ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി വളരെ പരിചിതമായ ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും വളരെ പരിചിതമായ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണം. പിന്നെ അച്ഛാ ഈ ലൈറ്റ് ഇച്ചിരി ഒന്ന് എനിക്ക് കാണണം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മതി. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിലും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ ഇന്ന് രാത്രിയിൽ വിശേഷ കൃപ നൽകണം. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ സുവിശേഷ യോഗത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ യോഗത്തിൻ്റെ അവസാന രാത്രിയാണ്. ഈ രാത്രി ശുശ്രൂഷയുടെ അധ്യക്ഷന് ബഹുമാനപ്പെട്ട സനീഷ് റമ്പത്ത് അവർകൾ, അതിന് മുന്നമേ ഇവിടെ ശുശ്രൂഷകൾ നിയന്ത്രിച്ച കർത്താവിൻ്റെ ദാസൻ, പ്രാർത്ഥനയിൽ സഹായിച്ച ദൈവഭൃത്യന്മാർ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരും വീഡിയോ പകർത്തുന്ന ചുമതലപ്പെട്ടവർ, ഈ പന്തലിൽ വളരെ പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസിദാസന്മാർ, ദൂരത്തിരുന്ന് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ, വിശേഷിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാന്യ സഹോദരിമാർ, അവരുടെ പ്രവർത്തനങ്ങൾ, ഇവിടെ നന്ദിവാചകം അറിയിച്ച ഇന്ദു ആ മാന്യ സഹോദരി, കൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാധാരണ യോഗം തീരുന്ന സമയമായി. ഈ വാച്ച് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ 8:20. നിങ്ങളുടെയൊക്കെ ഇതുമായി തന്നെയല്ല, ഈ മാന്യ സഹോദരിമാരെ കൊണ്ട് ദൈവം ഈ മണർകാടിൻ്റെ മുമ്പ് പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനൊരു യോഗം ക്രമീകരിച്ചതിൽ, ദൈവം അവരെ ഉപയോഗിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇവിടെ നറുക്കെടുത്ത് അതിൻ്റെ ഉദ്ദേശം എന്നാന്ന് നമുക്കറിയാം. കാശുള്ള പെണ്ണുങ്ങൾ ഈ ദേശത്ത് ഇഷ്ടം പോലുണ്ട്. വെറുതെ ബാഗും തൂക്കി കറങ്ങി അടിച്ച് നടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ സാധുക്കളായ ഈ മാന്യ സഹോദരിമാർ, വേദപുസ്തകത്തിലൊരു ഭാഷയുണ്ട്, തന്നാലാവും വിധം അവർ ചെയ്ത ഈ മഹനീയ ശുശ്രൂഷയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേക സ്ത്രീകൾ ബ്യൂട്ടി പാർലറിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുടക്കുന്നുണ്ട്. എന്നിട്ടും അവസാനം പരുവക്കേടായിട്ടാണ് പോകുന്നത്. ടൂറിന് പോകുന്ന പെണ്ണുങ്ങൾ ധാരാളമുണ്ട്. പലതും വരുന്നുമില്ലെന്നുള്ളതാണ്. 1-2 എണ്ണം പോയി അതിലേ അങ്ങ് പോയി. ഇഷ്ടംപോലെ കാശ് മുടക്കിയ. പിന്നെ എന്നും ഹോട്ടലിൽ കയറി കഴിക്കുന്ന പെണ്ണുങ്ങളും കുടുംബമായിട്ടുണ്ട്. വീട്ടിലൊന്നും ഉണ്ടാക്കുകയില്ല. അവൻ പിന്നെ ആനക്കാരനായതുകൊണ്ട് തോട്ടിയും കമ്പുമായിട്ട് പുറകെ അങ്ങ് അടക്കുക.
അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. എത്ര എണ്ണത്തിന്. പിന്നെ സൗന്ദര്യ വസ്തുക്കൾ മേടിച്ച് ധാരാളം കാശ് കളയുന്ന ധാരാളം എണ്ണമുണ്ട്. എന്നാൽ ഈ മാന്യ സഹോദരിമാര് അവരാലാവും വിധം ആരെങ്കിലും ഒരാളെങ്കിലും യേശുവിനെ അറിയണം, രക്ഷിക്കപ്പെടണം, ആ ഉദ്ദേശത്തോടാണ് ഈ ശുശ്രൂഷകൾ ഇവിടെ ചെയ്തത്. എനിക്കും അതിൽ ഭാഗവകാകുവാൻ ഇടയായത് വലിയ പദവിയായിട്ടും കരുതുന്നു. വിളിച്ചവർക്ക് ക്ഷണിച്ചവർക്ക് നന്ദി. ദൈവത്തിന് സകലമാകത്തു ഓർമ്മ. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയങ്ങൾ ദൈവ വചനത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ്. ഏവർക്കും വളരെ പരിചയമുണ്ട്. ഒരിക്കൽ കൂടി ആ വേദഭാഗം വായിക്കണം. പരിചിതരായ കർത്തൃദാസന്മാർ പലരും സദസ്സിലും ഇവിടെയുമുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട മാണിച്ചം പാസ്റ്റർ അടക്കം സൈമൻചാനും വയ്യെങ്കിലും വന്നു ഇല്ല പോയോ. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. മതി. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രിയിൽ പ്രസംഗത്തിൻ്റെ സമയവും തക്കത്തിൽ ഉപയോഗിക്കുക. നിങ്ങളും തക്കത്തിൽ ഉപയോഗിക്കണം. കാരണം ഇനി അധികം സമയമില്ല. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിതിൽ പാതങ്ങി ആമനിക്കായി നീ പരിതിൽ പാതങ്ങി ആമനിക്കായി നീ പരമ പവനം അതിനെ വെടിഞ്ഞ പരമ പവനം അതിനെ വെടിഞ്ഞ കരുണയോടു പോട്ടു തറിവതിൽ നിടകറുപതിൽ അരുളിന കരുണയോടു പോട്ടു തറിവതിൽ നിടകറുപതിൽ അരുളിന കരുണയോടു പോട്ടു താതിമതിൽ നിടരറുപതിൽ അരുളിന കരണമ തുതമ ചരണമ മമ ചരണമ തവ പരണമ പരമ കരുണ രസരാ ശേയോ പരമ കരുണ രസരാശേ. നാവിയൻ നാവിൽ വന്നാകയാ നാദനിൽ നാവിയൻ നാവിൽ വന്നാകയാ ആവിയൻ
ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ. മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ. കലിത സുഖമിക മറുവിടും സ്തവ മുറുവിടും ദയ പെരുകിടും ഒരു പരമ കരുണ സരാശേ ഓ പരമ കരുണ സരാശേ ഓ പരമ കരുണ സരാശേ. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഈ സ്ഥലം ഇങ്ങനെ സുവിശേഷ യോഗത്തിന് കൊടുത്ത പഞ്ചായത്തിൻ്റെ ചുമതലപ്പെട്ടവരെയും, ഇന്ന് പ്രസിഡന്റും വന്നല്ലോ, ആ മാന്യ പ്രിയപ്പെട്ടവള്, ചുമതലപ്പെട്ടവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് ഈ പഞ്ചായത്തിന് ഭരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ വന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് തൊണ്ടയൊക്കെ പോയിരിക്കുക കൂട്ടുതാ. ദൈവത്തിന് മഹത്വം. അവര് പൈസയൊക്കെ തരും കേട്ടോ. പരുവക്കേടുകാരാന്നില്ല, അതൊക്കെ തരും അവര്. പൈസ തരുകയല്ലെന്ന് ഓർത്ത് ഓളിയും കുറയ്ക്കരുത്. എൻ്റെ കൂടെ ഉള്ള മാന്യ സഹോദരന്മാർ ജെയ്സനും ജിനുമുണ്ട്. സാധാരണ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ അവരെയും കൂടെ ഞാൻ വിളിക്കും. ഇതുപോലെ 2 ശീലൊക്കെ പാടുമ്പോൾ അവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു താളക്കണക്കുമൊക്കെ ഉണ്ട്. വലിയ അപാകതയില്ലാതെ, എൻ്റെ പാട്ട് കൊള്ളുകയല്ല, പക്ഷെ ഇവരുള്ളത് കൊണ്ട് വലിയ അപാകതയില്ലാതെ അങ്ങ് പോവുക. സ്റ്റാലിയൊക്കെ പിന്നെ പാട്ട് പഠിച്ചത് കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഒന്നും പഠിച്ചതല്ല. അതുകൊണ്ട് ഇവരെ കൂടെ ഉള്ളത് വളരെ സന്തോഷമാണ്. ഇവിടെ ഇവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ആരാണ്ട് ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു ഭയങ്കരം കാശാകുമെന്ന്. അത് ഇവനെ എന്നോട് പറഞ്ഞു. ആരാണ്ട് പറഞ്ഞു? ഇവനെ എന്നോട് പറഞ്ഞു. ആരാണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുത്തു, അവരെ എന്നും വിളിക്കേണ്ട, ഭയങ്കര കാശാകുമെന്ന്. അല്ല, ഇത് കാര്യം കൂടെ പറയാം. ഇവർക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ ചിലർ പ്രത്യേകമായിട്ട് അവർക്ക് സ്തോത്ര കാഴ്ച ഒക്കെ കൊടുക്കും. അത് അത്ര വലിയ കനത്തിലൊന്നും അല്ല. ബാക്കി എല്ലാ യോഗത്തിനും എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതമാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്കതൊന്നും ആകുകയില്ല. ദൈവസന്നിധി പറയുന്ന കാര്യം ഈ സഹോദരന്മാർക്കറിയാം. ഇന്ന് വരെ ഇത് വേദപുസ്തകമൊക്കെ വെച്ചോണ്ടാവും. കാരണം അങ്ങനെ പറഞ്ഞ വിടലകൾ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ അവൻ അറിയാനായി പറയുന്നത്. അത് നീ തന്നെ നിർമ്മിച്ചതാണ്. അപ്പം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പറയുക, എനിക്ക് ദൈവമക്കൾ ശുശ്രൂഷ കഴിയുമ്പോൾ തരുന്നത് ഇന്ന് ഭാഗത്തായി ഇവർക്ക് കൊടുക്കുന്നത്. അവർക്കൊന്നും ആകുകയല്ല. എന്നാലും അവരിതൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് സന്തോഷത്തോടെ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മകൻ ചിലർക്ക് വാങ്ങാൻ അറിയാം, കൊടുക്കാൻ അറിയത്തില്ല. അപ്പം അത് പോട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് പറയാം. വളരെ അനുഭവത്തിൻ്റെ വെളിച്ചത്തില്ല. ഈ സഹോദരന്മാർക്കൊക്കെ അറിയാം. എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ആൾ കാണും, ഇവർ കാണും, വേറെ ആൾ കാണും. അതെല്ലാം ഇതിൽ നിന്ന് കൊടുക്കും. ചില സമയങ്ങളിൽ ചില ദിവസമൊക്കെ തുറന്നങ്ങ് പറയത് പറഞ്ഞില്ലേ നോക്കുകയില്ല. 1 രൂപ പോലും എനിക്ക് കിട്ടാറില്ല. അല്ല, അത് കുറ്റമല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അവർക്ക് ഞാൻ കൊടുക്കും. കാരണം സാധുക്കളായവരൊക്കെ വിളിക്കുമ്പം ആ നിലയിലാണ് മാനിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയാം, അത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള രംഗങ്ങളിൽ നമ്മളറിയാത്ത ചില വഴി ദൈവം തുറക്കാറുമുണ്ട്.
അതായി ശുശ്രൂഷകയുടെ മഹത്വം. ദൈവം വിശ്വസ്തന. അപ്പം നിങ്ങളോട് സഹോദരിമാരോട് അങ്ങനെ ഏതവനാ പറഞ്ഞു? ആരാടോ? നിന്നോട് ആരാ പറഞ്ഞു? അവിടെ ഇതെല്ലാം ക്ലിയറാക്കി പോകണം. നാളെയും അങ്ങനെ തന്നെ ശുശ്രൂഷ ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹ അന്ത്യം വരെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ്. ഒന്നുകൂടെ തെളിച്ച് പറയും. ചിലർക്ക് ഇതുവരെ അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് കുറച്ച് വർഷമായി. വളരെ പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയാം, ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്നും വിട്ടിട്ടില്ല, ഒന്നുമില്ല. എനിക്കായിട്ട് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. അത് ദൈവസന്നിധി വളരെ പ്രാഗൽഭ്യത്തോടാണ് പറഞ്ഞത്. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മകത് എനിക്ക് ലഭിച്ചതെല്ലാം വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, ഇന്ന് വരെ കർത്താവിൻ്റെ വേലയ്ക്കാണ്. എൻ്റെ മരണം വരെയും കർത്താവിൻ്റെ വരവ് വരെയും അങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹവും. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ശാന്തമായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഞങ്ങളുടെ വീട്ടിലെ ഈ സഹോദരന്മാർക്ക് എപ്പോഴും ഇഷ്ടം പോലെ ആളാണ്. 8, 10, 18 പേരുണ്ട്. വെള്ളിയും ശനിയൊക്കെ 10, 17 പേരാണ് എല്ലാ ആഴ്ചയിലും. അല്ലെങ്കിൽ 5, 8, 10 പേരെപ്പോഴും ഉണ്ട്. ഇവരൊക്കെ വന്ന് ചോദിക്കുന്നത് ഇത്ര പേരുണ്ടെന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ മഹാകൃപയാണ്. ചിലർ വലിയ വീടുമൊക്കെ പണിതിട്ടിരിക്കുക, ഒരു കാക്കപ്പട്ടി പോലും കയറി വരുന്നില്ല, ഒരെണ്ണം വരുന്നില്ല. വന്നിട്ട് പ്രയോജനവും ഇല്ല. വെറുതെ ഇങ്ങനെ ഗേറ്റുമൊക്കെ ഇട്ട് ആമത്താഴുമൊക്കെ ഇട്ട് പൂട്ടി ഞെക്കുമ്പോൾ തുറക്കുന്ന ഗേറ്റുമായിട്ട് തള്ളയും തന്തയും ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലാതെ ദാഹവെള്ളം പോലും ഒരുത്തിന് കൊടുക്കുകയില്ല. അപ്പം നമ്മുടെ വീട്ടിൽ 10 ദൈവമക്കൾ വന്ന് ഉള്ളതിൻ്റെ ഭാഗം അനുഭവിച്ച് സന്തോഷിച്ച് പോകുന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ്. അത് ഞാൻ വലിയ പദവിയായിട്ടാണ് കരുതുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. അതിന് ആധാരമായിട്ട് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് വായിച്ചത്. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മതി. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ, ഒന്നുകൂടെ ഊന്നി പറഞ്ഞാൽ 21 ലേഖനങ്ങളിൽ വളരെ നല്ലൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഈ ലേഖനത്തിൻ്റെ ഒരു സവിശേഷത, ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിപ്രഭാവം നസറയനാകുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു. പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ, അത് വിശേഷത എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണിയും കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജാവാണ്. കാരണം എഫേസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സഭ, അത് കർത്താവിൻ്റെ മണവാട്ടി, അതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. കൊലോസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വം ആമേൻ മണവാളനാകുന്ന യേശുക്രിസ്തു. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. 1-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ എല്ലാ യേശുക്രിസ്തുവിനെയും സംബന്ധിച്ച് അവിടെ ഒരു പ്രത്യേക പദമുണ്ട്. അവനെന്ന യേശുക്രിസ്തുവിനെ സംബോധന ചെയ്തിരിക്കുക. അവനെന്ന് പറയുന്നതെല്ലാം യേശുക്രിസ്തുവിനെ പറ്റിയ. അത് ആക്ഷേപിച്ച് പറഞ്ഞ പദമല്ല, മലയാള പ്രയോഗം അങ്ങനെ വന്നതേ ഉള്ളൂ. ചിലർ അവനെന്ന് പറയുമ്പം ഓർക്കുന്നത് നമ്മൾ കർത്താവിനെ ആക്ഷേപിക്കുക, അപമാനിക്കുക എന്ന്. അങ്ങനൊന്നുമല്ല. ഇപ്പോൾ കുറേ പണ്ഡിത ശിരോമണികളെല്ലാം കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. പാട്ടുമൊക്കെ പാടുമ്പം അങ്ങനെയൊക്കെ അങ്ങ് വിശുദ്ധിയും പ്രമാണവും ഗ്രീക്കും ഹീബ്രുവും എല്ലാം കൂടെ അങ്ങോട്ട് കയറി വെച്ച് ആ ഭാഗത്ത് വരുമ്പോൾ മിണ്ടുന്നില്ല. അങ്ങനെ പറയരുത് എന്നൊക്കെ. അത് നമ്മൾ കർത്താവിനെ അവനെന്ന് സംബോധന ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൻ്റെ മലയാള ഭാഷയിൽ പറയുന്നത് കർത്താവിനെ ആക്ഷേപിക്കുകയല്ല, നമ്മുടെ ഹൃദയം ദൈവം നോക്കുന്നു. നമ്മുടെ ഹൃദയം എന്തോ ഉദ്ദേശത്തോടെ, ഉദ്ദേശശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. അപ്പം ഭാഷയ്ക്ക് ഓരോ നാട്ടിലും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. അത് കർത്താവിനെ ആക്ഷേപിക്കുകയൊന്നുമല്ല, വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെയാണ് നമ്മൾ ആ സംബോധന ചെയ്യുന്നത്. ആട്ടെ, പിന്നെ അവിടുന്ന് അങ്ങെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്.
ഇനി അവനെന്ന് വായിച്ചത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ ഒരു കുഴപ്പവും വരികയില്ല. നമ്മുടെ മനസ്സ് ദൈവം നോക്കുന്നുണ്ട്. അപ്പോൾ ആ 1-ാം അധ്യായത്തില് യേശുക്രിസ്തു, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് അവിടെ അവനെന്ന് പല ആവർത്തി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ 14-ാം വാക്യം ആരാ വായിക്കുന്നത്? പാസ്റ്റർ വായിച്ചു 14-ാം വാക്യം. അവനിൽ നമുക്ക്, അവനിൽ, ഇനി അതിന്റെ 16-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ചേ. സകലവും അവൻ മുഖാന്തരം, അവൻ മുഖാന്തരം. അടുത്ത പദവും കൂടെ, അവൻ മുഖാന്തരവും അവനായിട്ടും 17-ാം വാക്യം. അവൻ സർവത്തിനു മുമ്പേയുള്ള, അടുത്തത് അവൻ സകലത്തിനും ആധാരമായി. 18 അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അടുത്ത പദവും കൂടെ, അവൻ ആരംഭവും 19 അവനിൽ 20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ. ക്രൂശിൽ. അടുത്ത പദമുണ്ട് അവൻ മുഖാന്തരം, അതിന്റെ താഴെ കൊണ്ട് അവനെ കൊണ്ട്. ഇനി 21-ാം അധ്യായത്തിന്റെ ഒടുവില് 22 മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവൻ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ഞാൻ ഇനി ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല പ്രയോഗങ്ങളാ, അതെല്ലാം യേശുക്രിസ്തുവിനെ പറ്റിയ. അതുകൊണ്ട് TKS ഒരു പാട്ട് എഴുതിയല്ലോ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ. അവനിൽ ശരണ വേണ്ടാരുമേ, ആരുമേ ഒരു നാളും അലയാതെ ബോധമായി. അവനിൽ ശരണ വേണ്ടാരുമേ. മരുവിലും ശാന്തമാ, ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതെ, അപ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തുവാണ് സകലത്തിലും മതിയായവൻ. ഈ കൊലോസ്യ സഭയെ പറ്റി പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വചനത്തിൽ തിട്ടമുള്ളവരാ, വളരെ അറിവുള്ളവരാ. ഈ സഭയ്ക്കകത്ത് ധാരാളം അറിവുള്ളവര് സഭയിൽ വന്നു, രക്ഷിക്കപ്പെട്ട ഈ സഭയിൽ വന്നു. അപ്പോൾ അവര് ഈ ഫിലോസഫി സഭയ്ക്കകത്ത് കൊണ്ടിറക്കി. തത്വജ്ഞാനികൾ നമ്മുടെ ഇടയിൽ നോക്കിയപ്പോൾ ഒത്തിരി തത്വജ്ഞാനികളുണ്ട്. കൈയടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുകയില്ല, ആത്മാവിലാകുകയില്ല. ഉടനെ അതിനെല്ലാം അങ്ങ് ഇവര് ഓരോരോ വകുപ്പ് കണ്ടുപിടിക്കുക. ഇവനൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം ഈ സഭ ഗുണമാകുകയില്ല, ഗുണമാകത്തില്ല. കൈയടിച്ച ഉടനെ അതിനിവിടെ പ്രമാണം, അതിൻ്റെ മൂലഭാഷ എന്നതാ, ഇതൊക്കെ തപ്പുന്നു. അപ്പൊ ഈ കൊലോസ്യ സഭയ്ക്കകത്തും തത്വജ്ഞാനികൾ ധാരാളം വർദ്ധിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് യേശുക്രിസ്തു മാത്രം പോരാ, മറ്റു പലതും വേണം. അല്ല, നമ്മുടെ ഇടയിൽ ഇപ്പൊ അതാ, യേശുക്രിസ്തു മാത്രം പോരാ, നമുക്ക് MLA വേണം, MP വേണം, പിന്നെ മന്ത്രി വേണം, എല്ലാം വേണം നമുക്ക്. തന്നെയല്ല, നമ്മൾ ഓണം ആഘോഷിക്കണം, ക്രിസ്തുമസ് ആഘോഷിക്കണം, ഈസ്റ്റർ ആഘോഷിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും പരുങ്ങുന്നിരുന്നു. നമുക്ക് ചടങ്ങുകൾ വേണം, ഒത്തിരി അതിലൊക്കെ നമ്മളും കൂടണം, നമുക്കെല്ലാം വേണം. യേശു മാത്രം പോരെ, യേശു വേണം. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുവിനെ കൊണ്ട് മാത്രം ഒക്കത്തില്ല. ഇത് കൊലോസ്യ സഭയെ കൊണ്ടുവന്നു. ഇപ്പോഴത്തെ സഭയ്ക്കകത്തെല്ലാം ഇത് കൊണ്ടുവന്നിരിക്കുക. ഞാൻ ഇപ്പം അതിന് മുതിരുന്നില്ല, വിഷയം വേറെ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ പൗലോസ് അതിനെ നഖശികാന്ത് എതിർത്തേച്ച് പറയുകയാണ്, ഈ പറഞ്ഞതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ആവശ്യമുള്ളവരുണ്ട്, അവരതെടുക്കട്ടെ, നമ്മളിപ്പോൾ ഉടക്കുണ്ടാക്കണ്ട. പക്ഷേ രക്ഷിക്കപ്പെട്ട്
സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശികെടുത്ത് കർത്താവിന്റെ വരവിനായി നോക്കിപ്പാർക്കുന്ന നിനക്ക് യേശുക്രിസ്തു മാത്രമാണ് പ്രധാനപ്പെട്ട വ്യക്തി, വേറൊന്നുമില്ല. അതെല്ലാം ഇതിന്റെ കീഴില, അല്ലാതെ ഇതിനോട് സമമല്ല, ഇതിന്റെ മേളിലുമല്ല, ഇതെല്ലാം ഇതിന് കീഴാണ്. അപ്പൊ 17-ാം വാക്യം വായിച്ചേ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ പൗലോസ്. വായിച്ചേ 1:17 പെട്ടെന്ന്. അവൻ സർവത്തിന് മുമ്പെയുള്ള. മതി മതി മതി. മറ്റു പലതും സഭയ്ക്കകത്ത് വേണമെന്ന് ശഠിച്ചപ്പോൾ ആമേൻ പൗലോസ് പറയുകയാ, അവിടുന്നാണ് സകലത്തിന് മുമ്പേ ഉള്ളവൻ, അവിടുന്ന് മാത്രമാ ശ്രേഷ്ഠൻ, നമുക്കത് മതി. ഇപ്പോൾ 2 പാട്ടുണ്ട്, രണ്ട് വ്യത്യസ്തമാണ്. ഒരു പാട്ടുണ്ട് ഇത് പോരാ എന്ന്, അങ്ങനൊരു പാട്ടില്ലേ, ഇത് സ്റ്റാൻലി എൻ്റെ വരിയാണ് ഇത്, ഇത് പോരായ. അപ്പം വേറൊരു പാട്ട് ഇത് മതിയെന്ന്, എനിക്കത് മതി, അങ്ങനെ ഒരു പാട്ടുണ്ട്. ഞാനിത് രണ്ടും പാടാറില്ല. ചാലി പാടുമെന്നാണ് തോന്നുന്നു, ചാലിക്ക് അത്രയൊക്കെയാണ് ഇഷ്ടം. അതെ, ഇപ്പൊ അങ്ങോട്ടൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. യേശുക്രിസ്തു സകലത്തിന് മുമ്പേ ഉള്ളവൻ. അതെ, എന്നിട്ട് 1-ാം അധ്യായത്തിൽ ഈ പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാ, എന്തിനാണ് നിങ്ങൾ ഈ സഭയിൽ വന്നത്, എന്തിനാ നിങ്ങൾ ഈ മാർഗത്തിൽ വന്നത്? അതിന് പൗലോസ് ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. വളരെ ആ വാക്യം കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് TPM-കാരുടെ പെയ്ത്തോമില്ല, നമ്മുടെ പെയ്ത്തോമിൽ അങ്ങനെ അധികം ഇല്ല. നമ്മുടെ പെയ്ത്തോമിലൊക്കെ വേറെയാ, അത് പോട്ടെ. നിങ്ങളാണ്ട് 1-ാം അധ്യായത്തിന്റെ 28 വായിച്ചേ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അതിനാ അപ്പൊ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ, ഈ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ഇതിനകത്ത് വന്നെന്നും പറഞ്ഞു അടക്കോടി ഇരിക്കുന്നത് പോലിരുന്ന കാര്യം നടക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് നീ കീർവാണവും പറയും, ഞാൻ 8 വർഷമായി 18 വർഷമായി എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ എന്ന് പറഞ്ഞ 500-ന്റെ മോട്ടറല്ലേ. ചുമ്മാ വീരസ്യം പറഞ്ഞിരിക്കാതെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ വായിച്ചേ ദൈവദാസനെ ആ വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരണം. സകല ആൾക്കാര് ക്രിസ്തുവിൽ തികയണം. അതിനായി കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് 1-2 കാര്യങ്ങൾ പറഞ്ഞേച്ചെടുത്ത വാക്യത്തോട്ട് വരാം. ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാകണമെങ്കിൽ ആ വ്യക്തി ചില കാര്യങ്ങളിൽ കൂടി കടന്നു പോകണം. 1-ാം അധ്യായത്തിന്റെ 3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാകണമെങ്കിൽ 1 സുവിശേഷത്തിന്റെ സത്യവചനം കേൾക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം കേൾക്കണം. അത് സത്യവചനമാണ്. ദൈവത്തിന് മഹത്വം. എന്താ സുവിശേഷം? ആമേൻ. നസറയനാകുന്ന യേശു ക്രിസ്തു എന്തിനാ? സകല മനുഷ്യരും രക്ഷപ്പെടാനാ. അപ്പോൾ ഇത് സത്യവചനമാണ്. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയല്ല. സത്യവചനമാണ്. ഇത് എടുക്കേണ്ടത് പോലെ എടുത്താൽ അനുഗ്രഹമാണ്. ചെല്ല് പറയാറുണ്ട്, ഇത് എടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. ആണ്ട് KP യോഹന്നാന്റെ അവിടെ എന്തുവാ ഗോഡൗണില് ലോറി കണക്കിന് ബൈബിള് വരുമ്പോൾ ഇപ്പോഴല്ല, പണ്ട് ചുവന്നൊരുത്തന് അവൻ എടുത്തവനാ. അവസാനം കുടിച്ച് നാശമാക്കി അവന് ആർക്കും വേണ്ടാതെ കുടിച്ച് ഓടെ കിടക്കുക. എടുത്തവന് ദോഷം വരികയല്ലേ? അവനെടുത്തതുപോലെ ഇവിടെ ഇരിക്കുന്ന ആരും എടുത്തില്ല, കെട്ടുകണക്കിന് എടുത്താവുണ്ട്. തീപ്പനിയിലുള്ളതാ, തീപ്പനിയിൽ ലോഡ് കണക്കിന് ബൈബിള് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇവനാ കൂടുതൽ. നമ്മൾ പറയും ഇത് എടുത്തവർക്ക് ആർക്കും, അവനാണ്ട് ഓടെ കിടക്കുന്നു കുടിച്ച്. അവസാനം പരുവക്കേടില്ല. അപ്പൊ എടുക്കുന്ന വിഷയം പറയുന്നത് എടുക്കേണ്ടത് പോലെ എടുക്കണം. അതാ ഇതിനകത്ത് വിഷയം. 50 വർഷമായി 20 വർഷമായി 100 വർഷമായി ഞാൻ എടുത്തു, എന്നിട്ട് ഇതിനെ നീ എന്നെ പിന്നെ കുഴഞ്ഞു കിടക്കുന്നേ. ഇത് എടുക്കേണ്ടത് പോലെ എടുത്താൽ നിനക്കൊരു ദോഷവും വരികയില്ല. ഇത് ദൈവത്തിന്റെ സത്യവചനമാണ്. ദൈവത്തിന്റെ മഹത്വം സത്യവചനമാണ്. ഒന്നുകൂടെ 3-ാം വാക്യം വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. സുവിശേഷത്തിന്റെ സത്യവചനം. അപ്പൊ അടുക്കടെ തികഞ്ഞവനാകണമെങ്കിലേ 1
ഈ സത്യവചനം കേൾക്കണം. ഇവിടെ കേൾക്കുന്ന വചനം ഒന്നും ഈ ലോകത്ത് കേൾക്കുന്നതൊന്നും സത്യമല്ല. തന്നെയല്ല, മനുഷ്യന്റെ എല്ലാം രീതി തിരിച്ചും മറിച്ചും വർത്താനം. രാവിലെ പറയുന്നല്ല, ഉച്ചയ്ക്ക് പറയുന്നതല്ല, വൈകിട്ട് പറയുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറയുന്നതല്ല, പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരെണ്ണം സത്യം പറയുകയില്ല. പണ്ട് കരിയപ്പള്ളി ചാക്കോച്ചൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ രചനോട് പറഞ്ഞു, കുഞ്ഞുമോനെ സത്യം പറയരുത്. അയ്യോ, അപ്പൊ ചോദിച്ചാൽ എന്നാ സത്യം പറഞ്ഞ? അതിന് പുള്ളിയുടെ കഥ പറഞ്ഞത് ഞാനിപ്പോൾ പൊതുവെ പറഞ്ഞില്ല, കൺവെൻഷൻ ആയതുകൊണ്ട് പറഞ്ഞ ആലോക്യമുണ്ടാകും, അതുകൊണ്ടാണ്. പക്ഷേ സത്യം വിൽക്കുകയല്ല, സത്യം വാങ്ങണം. ഇത് സത്യവചനമാ. കേൾക്കുന്നതൊന്നും സത്യമല്ല. അല്ല, നമ്മുടെ ഇടയിൽ പ്രസംഗിക്കുന്നവർ തന്നെ എന്തെല്ലാം ഭോഷ്ക്ക് പറയുന്നുണ്ട്, ഇല്ലേ? ഒരു 300 പേര് യോഗത്തിന് വന്ന ഉടനെ അടുത്ത സ്റ്റേജിൽ ഇവൻ ചെന്ന് പറയും 1000 പേരുണ്ടായിരുന്നു. എന്തോ ഭോഷ്ക. 2 പേരൊന്ന് കൈ ഇട്ടിങ്ങനെ എന്ന് വിറപ്പിച്ചാൽ ഭയങ്കര അന്തരീക്ഷമായിരുന്നെന്ന്. അവൻ നിർത്തോടോ എന്നും പറഞ്ഞായിരിക്കും ചിലപ്പോൾ പൊക്കിയത്. കാരണം ഈ മെനക്കേട് കേട്ട് നിർത്തോടോ. ഉടനെ അടുത്ത തലത്തിൽ നമ്മൾ പറയും ഭയങ്കര പേര് സ്ഥലം ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇരിക്കുന്നൊരു സദസ്സിൽ ഒരാൾ പ്രസംഗിച്ചപ്പം പുള്ളി പറഞ്ഞു, എൻ്റെ സഭയിൽ 1000 പേരുണ്ട്, സംശയമുണ്ട്, കാവാലം പാസോട് ചോദിക്കാം. ഞാനും വീട്ടിനകത്തായി. അവൻ്റെ സഭയിൽ ആകെ കൂടെ നോക്കിയാൽ അന്ന് ഒരു 300 പേരില്ല. പക്ഷെ വീരസ്യം പറഞ്ഞതാ, എൻ്റെ സഭയിൽ 1000 പേര് ഉണ്ട്, സംശയമുണ്ട്, പുള്ളി എന്നോട് ചോദിക്കാം. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരുത്തനും എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ ഞാൻ വീട്ടിനകത്താകുകയല്ലേ. എനിക്ക് അവനോട് വല്ലതും പറയാൻ പറ്റുമോ? ചോദിക്കുന്നവരോട് പോഷ്ക്ക് പറയരുത്, സത്യമേ പറയാവൂ. നമ്മുടെ ഇടയിലെ പോഷ്കിന്റെ വ്യാപാര ശക്തി ഒത്തിരിയുണ്ട്. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. കർത്താവിന്റെ മഹത്വം. സത്യം സംസാരിക്കണം. പെടലി പോകുന്ന കേസാന്നില്ല സത്യമേ. എന്നാൽ ചില സന്ദർഭത്തിൽ ചില സത്യം പറഞ്ഞാൽ അവിടെ ആ സഭയിൽ അല്ലെ ആ വീട്ടിൽ ആ സദസ്സിൽ പ്രശ്നം വരികയാണെങ്കിൽ മൗനം ദീക്ഷിച്ചേക്കണം. നമ്മൾ ചില സത്യം പറയുമ്പോൾ അത് വലിയ കൺവെൻഷനൊക്കെ നമ്മൾ സത്യമൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ വലിയ ഭയങ്കര പ്രശ്നമുണ്ടാകും. എന്നാൽ സത്യമോ? അപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരിജ്ഞാനത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ വചനം തീർത്ത് പറയണം, അതിനാരെയും നോക്കരുത്. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സത്യവചനമാണ്. അപ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെങ്കിൽ ഒന്ന് ഈ സത്യവചനം കേൾക്കണം. അങ്ങനെ കേട്ടാൽ എങ്ങനെയാകും? 6-ാം വാക്യത്തിന്റെ ഒടുവില് നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പൊ നിങ്ങള് ഫലം കായ്ക്കണം, അത് അത്യാവശ്യമാണ്. സുവിശേഷം കേട്ടവര് വരങ്ങളാൽ നിറയണമെന്നല്ല, ഫലം. ഇന്ന് നമ്മുടെ ആത്മീയ ലോകത്ത് വരം ഒത്തിരി ഉണ്ട്, പക്ഷെ ഫലമില്ല. എല്ലാവരും നോട്ടീസിലെല്ലാം കാണുന്ന കൃപാവരപ്രാപ്തന്മാര്, അങ്ങനെ സുപ്രസിദ്ധ കൃപാവരപ്രാപ്തന്മാര്. പിന്നെ ഒത്തിരി വിശേഷതകളുണ്ട്. ലോക പ്രശസ്ത പ്രവാചകൻ, ഈ കാലഘട്ടത്തിന്റെ അങ്ങനെയൊക്കെ ഇല്ലേ, ഉണ്ട്. പിന്നെ എന്തുവാ ഫോറൻസിക്, അതെന്തുവാ പുതിയ ഐറ്റാണ് ഞാൻ ഇപ്പൊ കേൾക്കുന്നത്. വണ്ടി നമ്പർ പറയുന്നവന്, അലമാരിക്കകത്ത് ആധാരം ഇരിക്കുന്നത് കണ്ടുപിടിക്കുന്നവന്. ഇവിടെ അന്ന് ആ ബോംബ് ഉണ്ടാക്കുന്ന എവിടെ അന്നത് കണ്ടുപിടിക്കടോ. ഭയങ്കര കണ്ടുപിടുത്തക്കാരന്. ഇസ്രായേലും അവരും എല്ലാം കിടന്ന് യുദ്ധമല്ലേ, ഇത് എവിടെ ഒപ്പിക്കുന്നത്? നീ ഒന്ന് കണ്ടുപിടിക്കും പ്രാർത്ഥിച്ച്. വലിയ കണ്ടുപിടുത്തക്കാരനല്ലേ. ഇന്ത്യയെ തകർക്കാൻ ആരൊക്കെയാ പദ്ധതി ഇടുന്നത്? ഏതവൻ എവിടെ ഇരുന്നാന്നൊന്ന് കണ്ടുപിടിക്കണോ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരോട് അറിയിക്കാൻ പറ്റത് ഇന്ന അവനാന്ന് ഇല്ലേ. രാജ്യത്തിനെങ്കിലും ഗുണം വരട്ടെ. നീ ഉമ്മ അവിടെ അലമാരിക്കകത്തിരിക്കുന്ന ആധാരവും ലോക്കറിൽ ഇരിക്കുന്ന ലോക്കറ്റും ഒക്കെ കണ്ടുപിടിക്കാതെ ഉണ്ടോ? ഒത്തിരി എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്നാ മുഖത്ത് വിരൽ വെച്ച് ഉള്ള കാര്യം അല്ല. കൃപ വരപ്രാപ്തന്മാരൊത്തിരി ഉണ്ട്. ആട്ടെ, ചോദ്യം ഫലമുള്ള തരണമുണ്ട്. എല്ലാരും വരക്കാരാ, ഫലമില്ല.
നമുക്കറിയാം ആത്മാവിന്റെ ഫലം 5:22 പറയണ്ടെങ്കിലും ഒന്ന് വായിച്ചോ. ഉള്ളതാണെന്ന് അറിയിക്കാനാ വായിക്കുന്നത്. പെട്ടെന്ന് വായിരു, ചടയെന്ന് വായിരു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. 9 അവിടെ. കൃപ വരപ്രാപ്തന്മാരുണ്ട്, പക്ഷെ ഫലമില്ല. ആത്മാവിന്റെ ഫലം ഇവിടെ വായിക്കുന്നത് നിങ്ങൾ ഫലം കായ്ക്കണമെന്ന, അങ്ങനല്ലേ വായിച്ചേ? എങ്ങനെ? 1:7. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും നിങ്ങൾ ഫലം കായ്ച്ചു വർദ്ധിച്ചു വരണം. അതാണ് അത്യാവശ്യം. ഫലം കായ്ക്കണം. ഞാൻ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ധാരാളം കൃപാവരപ്രാപ്തന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഫലമുള്ളവരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഫലത്തിന് ഒന്നാമത്തെ ഫലം ആ സ്നേഹം. ലോക പ്രശസ്ത പ്രവാചകനാ സ്വന്തം അനിയനോട് മിണ്ടുകയല്ലോ. പെണ്ണമ്മയുടെ അലമാരയ്ക്കകത്തിരിക്കുന്ന ആധാരം ഇവൻ കണ്ടുപിടിക്കുക. ചെല്ലുപടത്തില്ല, ഞാൻ അങ്ങോട്ട് വരുവാന്ന്. എന്തിന്? ഞാൻ അങ്ങോട്ട് വരുവാന്ന്. കേട്ടിട്ടില്ലേ മട്ട് പിടിച്ചവനൊക്കെ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരും. നീ എന്തിനാടാ വല്ലവരുടെ വീട്ടിൽ ഉരുണ്ട് കയറുന്നത്? ഞാൻ അങ്ങോട്ടങ്ങ് വരുവാന്ന്. അതെ, ഈ വരപ്രാപ്തന്മാരായി വിലസുന്ന പലർക്കും ഫലമില്ലെന്ന്. സ്വന്തം സഹോദരങ്ങളോട് മിണ്ടുകയല്ല, അയലത്തുകാരോട് മിണ്ടുകയല്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തതിനെ എനിക്കറിയാം. സ്വന്തം പെറ്റതള്ളയും 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ചതള്ള പ്രായമായിട്ട് എന്ന് കാണത്തുമില്ല, സഹകരിക്കത്തില്ല, മിണ്ടത്തുമില്ല. ചാകെന്ന് കേട്ടപ്പോൾ ഓടിച്ചെന്ന് രണ്ടും കൂടെ ചെന്നുവെച്ച് അതുവരെ ശുശ്രൂഷിച്ചവരെ തട്ടിക്കളഞ്ഞു വെച്ച് രണ്ടുപേരും കൂടെ അടുത്ത് പാമ്പി ഇരുന്ന് വെള്ളമൊക്കെ കൊടുത്തു. അപ്പം അമ്മയെ കൊന്നതാരാ? ഉണ്ട്. എത്ര എണ്ണം? ഒത്തിരി ഉണ്ട്. പ്രിയരെ, ഒരു കാര്യം പറയാം, വരം നല്ലതാ, ശ്രേഷ്ഠ വരവൊക്കെ വാങ്ങിപ്പിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഫലം നിറഞ്ഞവരായിരിക്കും. ഫലം ആത്മഫലത്താൽ നിറഞ്ഞൊരു ജീവിതം ജയകരമായി നയിപ്പാൻ ഞങ്ങൾ. ആത്മഫലത്താൽ നിറഞ്ഞൊരു ജീവിതം ജയകരമായി നയിപ്പാൻ ഞങ്ങൾ. ആത്മാവും ദേഹവും ദേഹിയുമെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നേ. ആത്മാവും ദേഹവും ദേഹിയുമെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നേ. ദാനം ദാനം വിശുദ്ധാത്മദാനം പകരുക ദൈവസുദാനേ. ദാനം അതെ. സമയത്തെ ഭയപ്പെടുന്ന ഈ പാട്ട് എഴുതിയത് മൺമറഞ്ഞ അടുത്ത കാലത്ത് കടന്നുപോയ കർത്താവിൻ്റെ വലിയൊരു ദാസൻ മേക്കാട്ട് ബേവിച്ച അയൻ പാസ്റ്റർ MB വർഗീസ് എന്ന് പറയുന്ന ശ്രേഷ്ഠ ദൈവദാസനാണ്. ബിയപുരത്ത് മേക്കാട്ട് IPC സഭയുടെ ആദരണീയരായ കർത്തദാസന്മാരിൽ വളരെ ശ്രേഷ്ഠനായിരുന്നു ആ മാന്യ ദൈവഭൃത്യൻ. അദ്ദേഹത്താൽ ലഭിച്ച നല്ല പാട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെങ്കിൽ ഒന്ന്, സുവിശേഷത്തിന്റെ സത്യവചനം കേൾക്കണം. ഓടിച്ച ഭാഗം കിടാൻ 2, ഫലം ഉണ്ടായിരിക്കണം. 10-ാം വാക്യം വായിച്ചേ. 3, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ. ശ്രദ്ധിക്കുക, 3, കർത്താവിന് യോഗ്യമാ വണ്ണം നടക്കണം. മനസ്സിലായോ? യോഗ്യമായ വിധത്തിൽ നടക്കണം. അതിന് 2 വശമുണ്ട്, ഭൗതിക വശമുണ്ട്, ആത്മീക തലവുമുണ്ട്. യോഗ്യമായ വണ്ണത്തിൽ നടക്കണം. ഒരു ദൈവ പൈതലിന് യോഗ്യമായ വണ്ണം വേണം നടക്കാൻ. ഇടപാട്, സംസാരം, സമീപനം, പോക്ക്, വരവ്, ചെയ്തികൾ എല്ലാം സുവിശേഷത്തിന് യോഗ്യമായിട്ട്, വചനത്തിന് യോഗ്യമായിട്ട്.
ഇപ്പൊ ഇതൊക്കെ കർക്കശമായി പറയേണ്ട കാലമാ. ഒന്നും പറയാനും ഒക്കത്തില്ല. പാസ്റ്റർമാർക്കെല്ലാം പേടിയാ. അത് പേടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതുങ്ങളെല്ലാം പോവോ ഇല്ലയോ എന്ന് വെപ്രാളവാ. ആകെ 5-6 കിട്ടുന്നത്. അതിന് ഇതെല്ലാം കൂടെ പറഞ്ഞതിനാ കളയുന്ന ഓർത്ത് ഒന്നും പറയത്തില്ല. ഒരു കാര്യം പറയാം, സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കണം. ദൈവദാസനാന്നേലും അതിനൊരു യോഗ്യതയുണ്ട്. സംസാരത്തിലാന്നേലും സമീപനത്തിലാന്നേലും വസ്ത്രധാരണത്തിലാന്നേലും ശുശ്രൂഷയിലാന്നേലും അതിനെല്ലാം ഓരോ യോഗ്യതയുണ്ട്. ചിലരെ ഈ ഞായറാഴ്ച കാണുമ്പോൾ അറിയാം പാസ്റ്ററാന്ന്, ചൊവ്വാഴ്ച കണ്ട വലിയ ഗുണ്ട പോകും പോലെ പോകും. ഒരു അരക്കയ്യും ബനിയനും ഒക്കെ ഇട്ടോ മസിലും ഒക്കെ ഇട്ട് ബുള്ളറ്റിലുള്ള പോക്കാണ്. നമ്മൾ ഓർക്ക് ഇവന് മട്ടാഞ്ചേരിന്ന് ഞായറാഴ്ച ആകുമ്പോൾ മുടുത്ത കളസവും ഇട്ടുകൊണ്ട് കയറി വരും. ചൊവ്വാഴ്ച കണ്ടാൽ പിടി കിട്ടുക. കല്യാണത്തിന് ഇന്നിപ്പോൾ ഒരുത്തൻ ചോണ്ടി വെച്ച് പറഞ്ഞു ഇച്ചിരി അച്ചാർ തരാം. നോക്കിയപ്പോൾ ഫാസ്റ്റായിരുന്നു. കാരണം ഈ ഇതെല്ലാം ഇട്ടപ്പം കാറ്ററിംഗുകാർ പിള്ളേരിടുന്നത് പോലെ ചോണ്ടി ഇച്ചിരി അച്ചാർ തരാൻ. പുള്ളിയുടെ ബൈബിളായിരിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. വസ്ത്രധാരണം മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു ദൈവ പൈതലിന് യോഗ്യമായിരിക്കണം. ചന്തയിൽ ചെല്ലുമ്പോൾ യോഗ്യമായിട്ടായിരിക്കണം. യാത്ര ചെയ്യുമ്പോഴുമൊക്കെ ഒരുത്തൻ നമ്മുടെ സ്പീഡ് കയറി ഉടനെ നമ്മൾ കട്ട പോയി ചോദിച്ചവന് ഒന്ന് വെട്ടിച്ചു. നോക്കിയപ്പോൾ മുഴുത്ത കൈയിട്ടുകൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുക. നമ്മൾ യോഗത്തിന് മുമ്പ് അവനും കേൾക്കാൻ വന്നിരിക്കുക. ഉടനെ നമ്മൾ പറയും ഇന്നത്തെ സബ്ജക്റ്റ് ദീർഘക്ഷമ. അവനവിടെ നിന്ന് കണ്ടതാ 5 മിനിറ്റ് മുമ്പ് കണ്ടതാണ് മാധവൻ പടി വെച്ച് ദീർഘക്ഷമ. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നില്ല. എടുത്ത ഭാഗത്തോട്ട് വരേണ്ടത് കൊണ്ടാണ്. അപ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാകണമെങ്കിൽ 1 സുവിശേഷത്തിൻ്റെ സത്യവചനം കേൾക്കണം, 2 ഫലം ഉണ്ടായിരിക്കണം, 3 യോഗ്യമാമണ്ണം നടക്കണം, 4 ആ 10-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിച്ചേ. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചും ദൈവത്തെ. ശ്രദ്ധിക്കുക, 4 സൽപ്രവർത്തികൾ ചെയ്യണം. സൽപ്രവർത്തി എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം, സൽപ്രവൃത്തിക്ക് മാതൃകയായിരിക്കണം, സൽപ്രവൃത്തി നന്നായിട്ട് ചെയ്യണം. ഞാനെപ്പോഴും പറയും, രാവിലെ ഒരു ഭിക്ഷക്കാരനായിരിക്കും നമ്മുടെ വീട്ടിൽ വരുന്ന ആ വ്യക്തിക്ക് അദ്ദേഹം വെള്ളം കുടിച്ചിട്ടല്ല വരുന്നെങ്കിൽ ഉള്ളത് കട്ടനോ ചായയോ ഉള്ളത് കൊടുക്കണം. അതിൻ്റെ മനസ്സുണ്ടായിരിക്കണം. അല്ല അതെല്ലാം കൂടെ ഒഴിച്ച് ഫ്ലാസ്കിനകത്ത് മാറ്റി വെച്ച് നമ്മൾ തന്നെ കൂടെ കൂറ്റി ഉച്ചസമയത്ത് ഒരു വ്യക്തി ആരുമാകട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ഭിക്ഷക്കാരനോ അപരിചിതനോ ആരെങ്കിലും ആകട്ടെ, ഉച്ചസമയത്താണ് നമ്മുടെ വീട്ടിൽ വരുന്നെങ്കിൽ ആ ഗ്രില്ലെ പിടിച്ചുകൊണ്ട് അവനോട് പഴംപുരാണം പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലേ. എവിടെ താമസിക്കുന്നു? ഞാൻ മണർകാട്ട് വേണം, മണർകാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണം, ഒത്തിരി പോകണം. അവൻ വിശന്ന് കൂറ കുത്തി നിൽക്കുക. അടുക്കള പിന്നെ പാചകം ചെയ്തതിൻ്റെ മണവും ഉണ്ട്. അവനെ മണത്ത് നിൽക്കുക. അവനാടാ ചോദിക്കുന്നത്. വിശന്ന് മണത്താ നിൽക്കുന്നു. മണർകാട്ടിൽ നിന്ന് അങ്ങോട്ട് ഒത്തിരി പോകണം. മാലം വരണം. മാലത്തല്ലേ. എൻ്റെ ഒരു അനിയത്തി അവിടെ കെട്ടിച്ചിട്ടുണ്ട്. അതിന് വിശന്ന് നിൽക്കുന്ന അവൻ എന്നെ എടുക്കണം. നിൻ്റെ അനിയത്തി ആ മാലത്ത് കെട്ടിച്ചെന്ന് പിള്ളേർ പറയുമ്പോൾ അവൻ്റെ വയറ്റിൽ പൈലോ അടിക്കുക. അതിൽ അവൾ പറയാം എൻ്റെ അനിയത്തി മാലത്തുണ്ടെന്ന്. അവൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അയ്യോ, മറ്റുള്ളവരെ കരുതാനേ, കൊടുക്കാനും വാങ്ങാനും ഒക്കെ സൽപ്രവൃത്തി ചെയ്യണം. കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് നല്ല വസ്ത്രമില്ലെങ്കിൽ ഉള്ള നീ കൊടുക്കണം. എന്നുവെച്ചാൽ ആത്മാവിൽ വള്ളം തൊടയാൻ പോലെ തൊടയണം. കൂടെ ആരാധിക്കുന്ന സഹോദരനെ നല്ലൊരു വസ്ത്രമില്ലെങ്കിൽ നീ കൊടുക്കണം. കോളർ കീറിയതല്ല, നല്ലത് കൊടുക്കണം. ഇതൊക്കെ ചെയ്യണമെന്ന്. അല്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ 66 കേബിൽ അതിനെ പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കരുത്. ഇതൊക്കെ ചെയ്യണമെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ടെന്ന്. ദൈവത്തിന് മഹത്വം. സൽപ്രവൃത്തി അത് അത്യാവശ്യമാണ്. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഞാൻ ഇതൊക്കെ ഈ സഹോദരന്മാർക്കറിയാം, എന്നോട് അടുത്തിടപെടുന്നവർക്കറിയാം. വളരെ പ്രാഗൽഭ്യത്തോടെ ഇതൊക്കെ സംസാരിക്കുന്നത്. നല്ല പ്രാഗൽഭ്യമാണ്.
കുറച്ചുകൂടെ വർദ്ധിച്ചു വരാനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. വർദ്ധിച്ചു വരാൻ സൽപ്രവർത്തി ചെയ്യണം. ഞാൻ പോട്ടെ, അതൊന്നും പറയുന്നത് ശരിയല്ല. ദൈവത്തിന് മഹത്വം. എന്നോട് അടുത്തിടപെടുന്നവർക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കും അറിയാം, അവിടെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയിൽ വരുന്നവർക്കും അറിയാം. എന്നിട്ടും എൻ്റെ ഹൃദയത്തിന് ഭാരമാ, ഒക്കുന്നില്ലല്ലോ എന്നാ. ഒക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നത്. ഇതൊന്നും ചെയ്യത്തില്ല, എന്നിട്ട് മുഴുവൻ സബ്ജക്റ്റ് റോമാലേഖനം. അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലോ, വിശ്വാസം മാത്രം മതി. റോമാലേഖനം എടുത്താൽ കുഴപ്പമില്ലല്ലോ. വിശ്വാസത്താലുള്ള ഇന്ന് രാത്രി നീ ചുമ്മാ ഇങ്ങനെ ഈ ഇത് മതിയല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ. ചെയ്യേണ്ട കാര്യം ചെയ്യണം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. 1-ാം അധ്യായത്തിൽ വിശുദ്ധന്മാർക്ക് ഉള്ള അവകാശത്തെ പറ്റി ഓർപ്പിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ അതിനോട് ചേർന്ന് ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഓടിച്ച് ചില കാര്യം പറയാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മകൻ കൊലോസ്യരോട് പറയുകയാണ്, സമയം തക്കത്തിൽ. ഇന്ന് രാത്രി നമ്മളോടും അങ്ങനെ തന്നെ പറയാ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പൊ ആരൊക്കെ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്? അതിന്റെ 3-ാം അധ്യായത്തിന്റെ 18 പൗലോസായ 3:18 ഭാര്യമാരെ അവരെ പേടിയാന്നു. ഇല്ല, ഒരു പേടിയില്ല. അതവിടെ ഇരുന്നോളും. പുള്ളിക്ക് അത് പേടിയാന്ന് തോന്നുന്നു. ഒന്നുകൂടെ വായിച്ചേ. 3:18 ഭാര്യമാര് 19, ഭർത്താക്കന്മാര് 20, മക്കളെ 21, പിതാക്കന്മാരെ 22, ദാസന്മാരെ 4:1, യജമാനന്മാരെ. അപ്പൊ ശ്രദ്ധിച്ചേ, 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. ഭാര്യ, ഭർത്താവ്, മക്കള്, പിതാക്കന്മാർ, ദാസൻ, യജമാനൻ. 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 6 ഗ്രൂപ്പുകാരോടും കൂടെ പൗലോസ് പറഞ്ഞ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഭാര്യമാര് സമയം തക്കത്തിൽ ഉപയോഗിക്കണം, ഭർത്താക്കന്മാരും സമയം തക്കത്തിൽ ഉപയോഗിക്കണം, മക്കളും മാതാപിതാക്കളും ദാസനും യജമാനനും സകല മനുഷ്യനും ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. അത് എല്ലാ കാര്യത്തിലും സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്നിപ്പം വളരെ സന്തോഷം തോന്നി, സ്വോത്രകാഴ്ചയ്ക്ക് പാട്ട് പാടിയില്ല. അപ്പോൾ ആ നന്ദിവാചകവും കൂടെ പറഞ്ഞു. അത് സമയം തക്കത്തിൽ ഉപയോഗിച്ചൊരു നല്ല പ്രവണത. നല്ലത്. തന്നെയല്ല, എന്ത് ചെയ്യാ സഹോദരൻ, ഇന്ദു പോയി. ആ സഹോദരി വന്ന് ഒത്തിരി ഒന്നും പരത്തിയില്ല. എന്നാ വിലപ്പെട്ട സാക്ഷിയാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങൾക്ക് ദൈവം വിടുതൽ കൊടുത്തതും, അയ്യോ അത് വേറെ ചില പെണ്ണുങ്ങളാന്ന് ഇന്ന് അത് മുഴുവൻ പറഞ്ഞു. മൂർഖനെ കണ്ട കാര്യമാണ്. ആ മൂർഖൻ എവിടുന്ന് വന്ന് എങ്ങനെ അയ്യോ എന്ത് മെനക്കേടാന്നറിയോ. എത്ര മൂർഖനുണ്ട്, ഏതെല്ലാം ചീറ്റുന്നതുണ്ടോ, പത്തി വിരിച്ചതുണ്ട്. അയ്യോ ചിലത് മെനക്കേടാ. എന്തു വരുന്നു? വളരെ യോഗ്യമായിട്ട് സമയം തക്കത്തിൽ നമ്മുടെയൊക്കെ ചില സഭകളിലെ സാക്ഷിക്ക് നിന്ന് തളമാരുന്ന് കറങ്ങുന്ന കാണാം. ഹാലേൽ, അത്ര നീട്ടേണ്ട ഒരു കാര്യമില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. ചുമ്മാ അങ്ങ് മെനക്കെടുത്തുക. ചിലക്ക് സമയത്തോട് പ്രാർത്ഥിക്കാൻ കൊടുത്താൽ നിർത്താൻ അറിയാമല്ല. ഈ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളെ ഇറക്കത്തി പോകുമ്പോല എവിടെ കൊണ്ട് നിർത്തണമെന്ന് ഞങ്ങൾക്ക് പേരൊന്നും പറഞ്ഞ അറിയാവുന്നൊരു ഉപദേശിയുണ്ട്. പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാമല്ല. അതുകൊണ്ട് ഞാൻ പറയാം, പുള്ളിക്ക് കൊടുക്കരുതെന്ന്. അങ്ങ് പ്രാർത്ഥിച്ച് കർത്താവേ കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്വതം. കർത്താവേ ഞങ്ങൾ തങ്കച്ചനെ ഓർത്ത് നമ്മൾ ഓർക്ക് നിർത്താൻ പോവുക. തങ്കച്ചന് വേണ്ടി അവൻ്റെ വിഷയങ്ങളെല്ലാം ദൈവം അറിയുന്നല്ലോ, സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. തുടർന്ന് അവിടുത്തെ കൃപ ചരിക്കണമേ. കർത്താവേ ഞങ്ങൾ കറിയാച്ചൻ്റെ വിഷയങ്ങൾ വീണ്ടും എന്ത് എഴുതാ നിർത്തുകയല്ല, എരുമകാഷ്ടിക്കും പോലെ അങ്ങ് പോവുക. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാം തക്കത്തിൽ ഉപയോഗിക്കണം. ചിലരെ സഭായം നടത്തിയ മനുഷ്യനെ മെനക്കെടുത്തുക. എന്ത് മെനക്കേടാന്നറിയും. വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ദൈവം നമ്മളെ അതാ സൂക്ഷിച്ചുകൊണ്ടല്ലേടാ ഇവിടെ വന്നത്. സൂക്ഷിച്ചുകൊണ്ടതാ വന്നത്. ഓ കഴിഞ്ഞ രാത്രി എത്രയോ പേർ. ഇത് പറയുന്നത് തെറ്റല്ല, പക്ഷെ ഇത് സമയം കളയുക. മനുഷ്യനെ ഇട്ട് മെനക്കെടുത്തുക.
എടാ കൂടി വന്നിരുന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് ഇത് പ്രാർത്ഥിച്ച് അങ്ങ് തുടങ്ങുക. പാട്ട് പാടി ആരാധിക്കും. ഇനി പാട്ട് പാടാൻ പറഞ്ഞാൽ ചില പാട്ടുകാരോ പിന്നെ ആ പാട്ടിനെ പറ്റിയോ ഈ പാട്ടുകാരൻ ഇങ്ങനാണ്, നീ അറിഞ്ഞോ ഇതിങ്ങനാണ്, എന്തെല്ലാം മെനക്കേടാന്നറിയാവോ? മനുഷ്യനെ ഇട്ട് ദുരിതപ്പെടുത്തുക. അപ്പൊ ഒരു കാര്യം പറയുന്നത് ഞാൻ വിവരിക്കുന്നില്ല. ഈ മരണ വീട്ടിൽ പോയാൽ മുഴുവൻ അങ്ങ് അനുശോചനം. അത് തെറ്റാന്നൊന്നും പറയുന്നില്ല, ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റാന്നും പറയുന്നില്ല. പക്ഷെ വചന ശുശ്രൂഷയ്ക്ക് പലയിടത്തും സമയമില്ല. മരണവും മരണാനന്തര ജീവിതവും അതിനുശേഷമുള്ള കാര്യങ്ങൾ അറിവുള്ള ദൈവദാസന്മാർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ദൈവം തന്നിട്ടുണ്ട്. അവരിൽ ആരെയെങ്കിലും ഒരാളെ വിളിച്ച് കുറഞ്ഞതൊരു 3/4 മണിക്കൂർ ദൈവവചനം പറയണം. ഇതൊന്നുമില്ല. ഇപ്പൊ കല്യാണത്തിന് പോയാലും അധികം വചന ശുശ്രൂഷ. കല്യാണത്തിന് ഒരു സിംഹഭാഗവും പാട്ടുകാർ കവർന്നെടുക്കുക. നിങ്ങൾ ടൈം കൂട്ടിക്കോ, എന്തെല്ലാം ബഹളമാണെന്നറിയോ? എത്ര കുറഞ്ഞു ഒരു 5-8-10 പാട്ട് ഇല്ലേ? അത് സമയം കൂടുതൽ എടുക്കുക. വചന ശുശ്രൂഷയ്ക്ക് അതിന്റെ പകുതി സമയമുള്ളൂ മിക്കടത്തും. നിങ്ങൾ കൂട്ടിക്കോ. വീട്ടുകാർ വിളിക്കുമ്പോഴേ പക്ഷേ ഒത്തിരി പ്രസംഗിക്കരുത്. പിന്നെ എന്നെ എടുക്കാൻ പോവാ പാട്ടുകാർ. ഞാൻ എന്നാടൊരു കല്യാണത്തിന് പോയി, പാട്ടുകാർ 1.5 മണിക്കൂർ എടുത്ത്, വചന ശുശ്രൂഷയ്ക്ക് 1/2 മണിക്കൂർ. എവിടാന്നൊന്നും പറയുന്നില്ല. 1.5 മണിക്കൂർ പാട്ടിന്, വചന ശുശ്രൂഷയ്ക്ക് 1/2 മണിക്കൂർ. ഏറ്റവും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. ബാക്കി സകല ശുശ്രൂഷകളും വചന ശുശ്രൂഷയുടെ കീഴിലാണ്. ദൈവവചനത്തിന് പ്രാധാന്യം. പാട്ട് വേണ്ടതല്ല, ഞാനും പാടുന്ന ആളാ. പാടുന്നെന്ന് അവകാശപ്പെടുകയല്ല, ചൊല്ലുന്ന ആളാ. പക്ഷെ വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം. ദൈവത്തിന്റെ മഹത്വം വചനമാ ക്രിയ ചെയ്യുന്നത്. ആട്ടെ, നമുക്ക് എടുത്ത ഭാഗത്തേക്ക് വന്ന് 1-2 കാര്യങ്ങൾ പറയാം. ആ വായിച്ച കുറുവാക്യം ഏവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. അപ്പൊ 6 ഗ്രൂപ്പുകാരെ വിളിച്ച് പൗലോസ് പറയുകയാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം. ഭാര്യ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാനെപ്പോഴും പറയും, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരിക, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചായിരിക്കും വരിക, ഉടനെ അമ്മാമ ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞിരി, അതാണ് അതിൻ്റെ മര്യാദ അല്ല. കാൽപെരുമാറ്റം കേൾക്കുമ്പോഴേ അറിയാം. വീട്ടിലുള്ളത് ചൂടുവെള്ളമാന്നേ ചൂടുവെള്ളം, കട്ടനാന്നേ കട്ടൻ, അല്ലെ ചായ ഉണ്ടേ ചായ, അതെടുത്ത് സന്തോഷത്തോടെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സമയം തക്കത്തിൽ. പുള്ളി വളരെ ക്ഷീണിച്ചായിരിക്കും, ജോലിയുടെ തിരക്കും ബന്ധപ്പാടും ഒക്കെ കാണും. പുള്ളി വളരെ ക്ഷീണിച്ചാണ് വരുന്നത്. ഉടനെ ആത്മാവിൽ ഇങ്ങനെ അകത്ത് കത്തിക്കുകയായിരുന്നു. അവൻ വന്ന് ബെല്ലടിച്ച് ഏൽക്കുന്നില്ല, അവിടെ ആത്മാവില്ല. കാരകനും എന്ന് മൂട്ടി പിന്നെ അവിടെ നിന്ന് ശാസിക്കുക. ദുഷ്ടവ്യാപാരങ്ങൾ അവൻ കഷ്ടപ്പെട്ട് വരിക, ദുഷ്ടവ്യാപാരമാണ്. പിന്നെ അവൻ ആലോക്യം പേടിച്ച് അവിടെ കുത്തിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ വരവൊക്കെ ഒന്ന് കാണാൻ മടേഷി വരുന്നത് പോലെ വന്നോ. എല്ലാവരും അങ്ങനല്ല കേട്ടോ. നല്ല മാന്യ സഹോദരിമാരുണ്ട്, വളരെ പരിജ്ഞാനമുള്ള ദൈവകൃപയുള്ള ബഹുമാന്യരായ മാന്യവനിതകളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പം അദ്ദേഹം ക്ഷീണിച്ച് വരുമ്പോൾ കട്ടനാന്നേ കട്ടൻ, വെള്ളമാന്നേ വെള്ളം ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ തന്നെ പുള്ളിക്ക് കൊടുക്കണ്ട. ഇത് പറയുമ്പോൾ ആ രീതി കാണുമ്പോഴേ തന്നെ പുള്ളിയുടെ ക്ഷീണം സമയമൊക്കെ തക്കത്തിൽ ഉപയോഗിക്കണം. ആട്ടെ, ഞാൻ വിവരിക്കുക. അത് പറഞ്ഞപ്പോൾ തന്നെ അന്തരീക്ഷം മാറി, അതുകൊണ്ട് ഇനി പറയുന്നില്ല. ഈ ഒടുവിലത്തെ ദിവസം അന്തരീക്ഷം കെടുത്തുന്നില്ല. നിങ്ങൾ പറയും ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ നല്ല അന്തരീക്ഷമായിരുന്നു, കത്തിച്ചു, അയാൾ ഒടുവ് വന്ന് കെടുത്തിയേച്ച് പോയെന്ന് പറയും. അപ്പം അതിന് ഞാൻ മുതിരുന്നില്ല. ഇന്ന് രാത്രി വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ചു 5-ാം വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് പറയട്ടെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ആമേൻ തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാൻ, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നിശൂലമിയാളെ. കാലത്തികവിൽ കാത്തിരിക്ക നിശൂലമി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ.
അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുക. വേദപുസ്തകത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി പരിചിതമായ 1-2 കാര്യം ചിന്തിച്ച് വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഈ ആയുസ് വളരെ ചുരുങ്ങിയതാണ്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. മനുഷ്യരൊക്കെയും വിടർന്ന് നിഴലായിട്ട് നടക്കുന്നതാണ്. നമ്മുടെ 4 വിരൽ നീളമാണ്. ചാഞ്ഞു പോകുന്ന നിഴല് പോലെയാ, പുരപ്പുറത്ത് പുല്ല് പോലെയാ, വയലിലെ പൂ പോലെയാ, നിലത്തൊടിക്കുന്ന വെള്ളം പോലെയാ മനുഷ്യ ജീവിതം ക്ഷണികമാണ്. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛന് ഒരു വരി കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ആ പദ്യത്തിൻ്റെ ഹെഡിങ് തന്നെ ക്ഷണപ്രഭാചഞ്ചലം. അതാ ക്ഷണപ്രഭ. ഓർപ്പിച്ചത് നന്നായി, വന്നത് നന്നായി കേട്ടോ. ക്ഷണപ്രഭ അതാ തുടക്കം ഇങ്ങനെ: വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ അങ്ങനല്ലേ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ലവൻ്റെ ആർക്കുമെന്നുള്ളത് നിന്നാൽ അസാധ്യമായില്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും ഇതെല്ലാം നൈമിഷികമാണ്. അപ്പൊ അതിലൊരു വരിയുണ്ട്: വക്നി സന്തപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. മനുഷ്യ ജീവിതം ക്ഷണഭങ്കുരമാ. വക്കിനി സന്തപ്ത ലോകസ്ഥ അമ്പുബിന്ദുന. ചുട്ടുപടിപ്പിച്ച ഇരുമ്പ് വക്കിനി, ലോഹം. വക്കിനി ലോകസ്ഥ ബിന്ദുന. അപ്പോൾ ഈ ചുട്ടുപിടിപ്പിച്ച ഇരുമ്പിന്റെ പുറത്ത് അമ്പുബിന്ദുന, ഒരു തുള്ളി വെള്ളം വീണാൽ ഒരു ശബ്ദം കേൾക്കാൻ, വെള്ളം കാണുകയല്ല. ഇതുപോലാണ് മനുഷ്യന്റെ ജീവിതം. ക്ഷണികം. 4 വിരലേ മർത്യനായൂസോ നിൽക്കുന്നോരല്ല മായ. 4 വിരലേ മർത്യനായൂസോ വേഷനിഴലിൽ നടന്നു തങ്ങൾ കഴിക്കുന്നേ കഥ പോലെ. വേഷനിഴലിൽ നടന്നു തങ്ങൾ കഴിക്കുന്നേ കഥ പോലെ. ആ പൂരമേൽ മുളയ്ക്കും പുല്ലിനു സമം നരന്റെ ജീവിതം ഉലകിൽ. അതേ സമയത്തെ ഭയപ്പെടുന്നുണ്ട്, പാടാൻ വിനിയോഗിക്കുന്നില്ല. അപ്പോൾ മനുഷ്യ ജീവിതം ക്ഷണഭങ്കുരമാണ്. സങ്കീർത്തനക്കാരൻ പാടി ഞങ്ങളുടെ ആയുസ്സോ എത്ര എന്നതിനെ ഞങ്ങളെ അറിയിക്കണം, ഓർപ്പിക്കണം. ഇത് അറിയണം. ആ ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് ലഭിക്കുന്ന ഈ സമയം, നമുക്കധികം സമയമില്ല. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി നല്ല അവസരം ദൈവം തരിക. അങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിച്ച 1-2 കാര്യങ്ങൾ ഇവിടെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും ആ ഭാഗം അറിയാം. 1-2 കാര്യങ്ങൾ. ഒരു വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒരു സംഭവം ഒന്ന് വായിച്ചേ. 32:26. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം: എന്നാറേ ലേവ്യരെല്ലാവരും കൂടെ അവന്റെ അടുക്കൽ വന്നുകൂടി. അവന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ ലേവ്യര് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഞാൻ ഒന്ന് ക്ഷമ ചോദിക്കുക. കുറച്ച് ദിവസമായിട്ട് എൻ്റെ കാലിന് നല്ല പ്രയാസമുണ്ട്. എനിക്ക് ഇച്ചിരി നേരം നിന്ന് കഴിയുമ്പം കാല് മരിച്ച് അതിവേദനയാണ്, നിൽക്കാൻ മേല. അതുകൊണ്ട് ഞാൻ കസേരയിൽ നിന്ന്, ഇപ്പം നിങ്ങൾ പറയും പരുവക്കേടായി പോകാറായെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒന്നും പോകുകയല്ല, അത് വേറെ കേസ്. കാലിന് വേദനയുള്ളത് കൊണ്ട് നിൽക്കുക. അവിടെ ഇരുന്നോട്ടെ. വേണേ അങ്ങോട്ട് നീക്കി വെച്ചു. അല്ല, നിങ്ങൾ ഇരിക്കുകയാണല്ലോ. എല്ലാം മാറ്റി എന്നെ മാറ്റരുത്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം.
ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തന്നിരിക്കുക. ഈ രാത്രി ദൈവം നിനക്ക് സമയം അനുവദിച്ച് തന്നിരിക്കുക. ഈ രാത്രി രക്ഷാ ദിവസമാ. ഇത് സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി തൊടുകൈക്ക് പറയട്ടെ, യേശുവിനെ ഏറ്റെടുത്ത ഈ പന്തൽ വിട്ട് തിരിച്ചു പോകാവൂ. ഇവിടെ സമയം ലേവി തക്കത്തിൽ ഉപയോഗിക്കുക. ഒന്നുകൂടെ ദൈവദാസനെ വാക്യം ഒന്ന് വായിച്ചേ. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ വരട്ടെ. മോശ പറയാ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നാറേ ലേവ്യരെല്ലാരും കൂടെ അവന്റെ അടുക്കൽ വന്നുകൂടി. അവന്റെ മോശയുടെ അടുക്കൽ വന്നു. പശ്ചാത്തല ഭാഗം അറിയാം. മോശെ ഇവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടലുമെല്ലാം കടത്തി ഇങ്ങനെ കൊണ്ടുവരിക. കുഞ്ഞാടിനെ അറുത്ത് ചോരത്തൊലി ആചരിച്ചു. അത് രക്ഷാനിർണയം. ചെങ്കടൽ കടന്നു, അത് സ്നാനം. ഇത് രണ്ടും അനുഷ്ഠിച്ചേ നോക്കുള്ളൂ. രക്ഷിക്കപ്പെടുകയും ചെയ്യണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക. ഇത് ബെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതല്ല. 8 പേരെ വെച്ച് മുടത്തിലെ സ്നാനം തുടങ്ങിയതാ. ഇത് വെള്ളത്തിലൊക്കെ മുങ്ങണം, അതിനെല്ലാം ദൈവം ക്രമീകരിച്ചു വെച്ചത്. ആട്ടെ, ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ അത് സൂചിപ്പിച്ച് കാണും. തന്നെയല്ല, മണർകാട്ടുകാരോട് ഇത് പറയേണ്ട കാര്യമല്ല, അറിഞ്ഞേച്ചിരിക്കുക. പിന്നെ വാശി പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, സ്നാനപ്പെട്ടു, എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ട് മറകര കയറി മോശയുടെ നേതൃത്വത്തിൽ കടന്നു വരികയാ, കനാനിലോട്ട് പോകുകയാ. അങ്ങനെ യാത്ര ചെയ്ത് വന്ന് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച ഇവര് മുൻപോട്ട് യാത്ര ചെയ്തു വരുന്നത്. അങ്ങനെ വരുന്ന വേളയിൽ ഇവര് ഇടയ്ക്ക് താവളമടിച്ച സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ദൈവം തമ്പുരാൻ ഈ സിനായി പർവ്വതത്തിലോട്ട് മോശയെ വിളിച്ചു കയറ്റി വരാൻ പറഞ്ഞു. കൂട്ടിന് യോശുവയെ കൊണ്ടുപോയി മോശ. അപ്പൊ മോശ പോകുന്നതിന് മുന്നേ ഉണ്ട്. അടുത്ത വാക്യം, ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ ഉണ്ടാകുമല്ലോ. ഇവരുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കാൻ മിടുക്കരായി ഇവര്. പിന്നെ യോഗമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ അവര് ഇവരുടെ അടുക്ക ചെല്ലണം, പരിഹരിക്കും. ഇതൊക്കെ പറഞ്ഞ് ക്രമപ്പെടുത്തി വെച്ച് മോശ പോയി. എന്തിനേറെ മോശ പോയി കഴിഞ്ഞപ്പോൾ പാളയത്തിൽ അപശബ്ദവും കുശുകുശുപ്പും. മോശയെ കാണുന്നില്ല. അപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കി. ഇവർ അഹരോന്റെ അടുക്ക വന്ന് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. എന്തിനേറെ അഹരോൻ പറഞ്ഞു, ഞാനിവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനേ. പെട്ടെന്ന് ഉണ്ടാക്കില്ലേ, ആൾക്കാർ വേറെ സഭയിൽ പോകുമെന്ന് പറഞ്ഞു. ആൾക്കാർ വേറെ സഭയിൽ പോകും. ഉടനെ തന്നെ കടിപിടിയുന്നൊരു ദൈവത്തെ ഉണ്ടാക്കി. നിമിഷ നേരം കൊണ്ടാണ് ദൈവത്തെ ഉണ്ടാക്കുന്നത്. പെണ്ണുങ്ങളെല്ലാം കൂടെ കുണുക്കും എല്ലാം കൂടെ പറിച്ചു കൊടുത്ത്. എനിക്ക് ആ സഹോദരിമാരോട് ഇഷ്ടമാണ്. ഇവരും സഹോദരിമാർ നല്ല എല്ലാം കുണുക്കും എല്ലാം ചെല്ല ഊരുക, അല്ലത് ഇട്ടോണ്ടാ ജീസസ്. ആട്ടെ, അതുങ്ങളതെല്ലാം കൂടെ ഊരി അഹരോന്റെ കയ്യിൽ കൊടുത്തു. അഹരോൻ അത് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ പരത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഈ കാളയെ കണ്ടപ്പോൾ ജനം ഇളകി. ഈ ജനത്തിന് അന്നും ഇന്നും എന്നും അങ്ങനെ എന്തെങ്കിലും കാണണം, കണ്ടില്ലേ അവർ ഇളകുകയില്ല. ആ സമയമാകുമ്പോൾ അതിങ്ങോട്ട് ഇറക്കി വരുത്തുമ്പോൾ ഒരു ബഹളവും. പിന്നെ അല്ല, ഇവിടെ ആരെങ്കിലും ഇളകുന്നുണ്ടോ? എല്ലാം ചുമ്മാ ഇരിക്കും, ആണ്ട് ഉറങ്ങുന്നിരുന്ന്. അതേസമയം ഇന്ന് രാത്രി ഇല്ല, അതും ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുന്നു കഴിയുമ്പോൾ ആരാന്നൊന്നും ചോദിക്കരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജനത്തിന് എന്തെങ്കിലും കാണണം. അതുകൊണ്ട് മോശ ലക്ഷണമൊത്തൊരു കാളക്കുട്ടി ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. കാളയൊക്കെ നല്ല കാലും അതിൻ്റെ വാലും. ഞാൻ കോവിഡിൻ്റെ സമയത്ത് നാടൻ പാട്ട് ഒരെണ്ണം എഴുതി. അത് ഈ ഭാഗമാണ്. അത് പാടിയ ആലോക്യം ഉണ്ടാകും. നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല, ബന്ധുക്കോസുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയല്ല. പറഞ്ഞ് 2 ലൈൻ പാടാൻ. നാടൻ പാട്ടാണേ, കാളപ്പാട്ടാ. മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാരാം. മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാരാം. മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാരാം. മോജയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാ. ആ പൊൻകുണക്കാ തീർത്ത പൊന്ന ചങ്കാളെ തകതിന്തോന്തയ്യാരാം. പൊൻകുണക്കാ തീർത്ത പൊന്ന ചങ്കാളെ തകതിന്തോന്തയ്യാരാം.
പാളയത്തെങ്ങനെ വന്നു തകതിന്തോ തയ്യാറാം. ആട്ടൻകുടിയും കുരാവ തുടങ്ങി തകതിന്തോ തയ്യാറാം. ആട്ടൻകുരാവ കുടിയും തുടങ്ങി തകതിന്തോ തയ്യാറാം. മോശയെ കാണാഞ്ഞ് കാളയെ തീർത്ത് തകതിന്തോ തയ്യാറാം. മോശയെ കാണാഞ്ഞ് കാളയെ തീർത്ത് തകതിന്തോ തയ്യാർ. ആ പൊൻകുണ്ണുക്കാ തീർത്ത പൊന്ന ചങ്കാളെ തകതിന്തോ തയ്യാറാം. പൊൻകുണ്ണുക്കാ തീർത്ത പൊന്ന ചങ്കാളെ തകതിന്തോ തയ്യാറാം. പാടിയല്ല പെണ്ണുങ്ങൾ അളകും. അല്ല വേറെ താളവാ. മതി അത് മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമ്മയൊക്കെ ഓങ്ങിയിരിക്കുക ഞാൻ കണ്ട്. മൂത്ത് വരിക. ഇത് കാളപ്പാട്ടാ കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് ലക്ഷണമൊത്തൊരു കാളയെ അങ്ങോട്ടുണ്ടാക്കി നിർത്തി അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിത് കാളയ്ക്ക് ഹോമയാഗം കഴിച്ച് അപ്പോൾ പർവ്വതത്തിൽ ദൈവം പ്രമാണം കൊടുക്കുക. എന്താ? ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ഒന്നിന്റെ സ്തംഭമോ സ്തൂപമോ രൂപമോ ഒരു രൂപവും. അത് കോട്ടയത്തും വെക്കരുത്, മണർകാട്ടും വെക്കരുത്, കാവാലത്തും വെക്കരുത്, ആലപ്പുഴയിലും വെക്കരുത്, ഒരു സ്ഥലത്തും. ഞാൻ ഇന്നലെ രാത്രി എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാ. ഒന്നിന്റെ ഒരു രൂപമോ സ്തൂപമോ സ്തംഭമോ പ്രതിമയോ അരുത്. ഈ കർക്കശ പ്രമാണം സർവജ്ഞനായ ദൈവം തമ്പുരാൻ പലക ദൈവത്തിന്റെ പലകയും പലകയിലെ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമാണ്. അതിന് ഘടകവിരുദ്ധമായി പാളകത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇവനെല്ലാം കൂടെ കാളയ്ക്ക് യാഗവും കഴിച്ച് എഴുന്നേക്കാത്തവനെല്ലാം കൊച്ചു കൊടുപ്പാൻ കാലത്ത് എഴുന്നേറ്റെന്നുള്ളതാ. നല്ല എഴുതി അധികാലത്ത് വായിച്ചേ. വായിക്കുന്ന 32-ാം അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് വായിരേ. അല്ല 5-ാം വാക്യം വായിരേ. പിന്നെ പുറപ്പാടല്ല അതിന് അഹരോൻ അത് കണ്ടാറേ അതിനു മുൻപാകെ അല്ലെന്ന് അതിന്റെ മേളിലത്തെ വാക്യം അധികാലത്ത് എഴുന്നേറ്റുന്നുണ്ടല്ലോ. 6-ാം വാക്യത്തിലല്ലേ? 5-ാം വാക്യം വായിച്ചു. അഹരോൻ അത് കണ്ടാറേ അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു. അതിന്റെ മുമ്പ് യാഗപീഠം പണിതു. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഇവിടെ അഹരോനോ വായിക്കേ. അഹരോൻ അത് കണ്ടാറേ അതിന് മുൻപാകെ അഹരോൻ കാളയ്ക്കൊരു യാഗപീഠം പണിതു. ഇവരുടെ പിതാക്കന്മാര് യഹോവയ്ക്ക് യാഗപീഠം പണിതു. കൊച്ചുമക്കടെ കാലം വന്നപ്പം കാളയ്ക്ക് യാഗപീഠം. അങ്ങനല്ലേ ഇപ്പം സഭയ്ക്കകത്തല്ല. ഞങ്ങളുടെ അപ്പച്ചൻ ഇറങ്ങിയപ്പോൾ എവിടെ നാടാ ഇറങ്ങിയ? അരീപ്പറമ്പിന്ന്. അപ്പച്ചൻ അരീപ്പറമ്പിന്ന് ഇറങ്ങി. കൊച്ചുമോക്കൻ ഇവിടെ മണർകാട് കിടന്ന് കാളയ്ക്ക് യാഗപീഠം പണിയ. ഒന്നും മനസ്സിലാകുന്നില്ലല്ലയോ? അപ്പച്ചൻ എവിടെ നിന്നാണ്? അപ്പച്ചൻ കുമ്പനാട്ടിൽ നിന്ന്. കൊച്ചുമോൻ വേറെ സ്ഥലത്ത് നിന്ന് കാളയ്ക്ക് യാഗപീഠം പണിയ. അപ്പോൾ പിതാക്കന്മാര് യഹോവയ്ക്ക് യാഗപീഠം പണിതു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാം യഹോവയ്ക്ക് യാഗപീഠം പണിതു. അബ്രഹാമിന്റെ മകനായി, ഇസഹാക്കിന്റെ മകനായി, യാക്കോബിന്റെ മകനായി, ലേവിയുടെ മകനാകുന്ന ആർക്കാ യാഗപീഠം പണിത്? കാളയ്ക്ക് യാഗപീഠം പണിതു. അമ്രാം മകനാ കാളയ്ക്ക് യാഗപീഠം പണിതു. അടുത്ത വാക്യം. പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേക്കാത്തവനെല്ലാം വെളുപ്പിനെ ഉരുണ്ടെഴുന്നേക്കുക. ചില സഹോദരിമാരെയും ചില സഹോദരന്മാരെയും ശ്രദ്ധിച്ച് സഭായത്തിന് പോകുന്ന ഇവൻ താമസിച്ച് എഴുന്നേക്കുള്ളു. 9:30 ആയാലും ഇവൻ കുളിക്കുക, ഇങ്ങനെ കറങ്ങി അടിച്ച് കിടക്കുക. 9:45 എന്ത് ചെയ്യാ? എൻ്റെ വൈബിള്
ഉടനെ അകത്ത് കിടന്ന് കന്ന് പണിയും പോലെ പെണ്ണുങ്ങൾ പണിയാ. അടുക്കള കിടന്ന് ഈ വാറതാൻ ഉച്ചയ്ക്ക് കൊടുക്കണം. അതിന് അതുങ്ങൾ അടുക്കള കിടന്ന് കടുക് മൂപ്പിക്കുകയോ ഒലത്തുകയോ ഒക്കെ. ഒലത്ത് തന്നെ ഇവന് കൊടുക്കുന്നത്. അപ്പൊ അവരോടാ ചോദിക്കുന്നത്, ഇവനൊന്നും ഒരു ജോലിയും ചെയ്യത്തില്ല, എന്തിയടി എൻ്റെ വൈവിള്. ഉടനെ അവര് അടുക്കള പണി കഴിഞ്ഞ ആഴ്ച എവിടാ കൊണ്ട് വെച്ചേ? അപ്പൊ ഒറ്റയാഴ്ചയായിട്ട് ഇവനിത് കണ്ടിട്ട് പോലുമില്ല. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ ഈ ടീപ്പോയുടെ അടിയിൽ അടി വെച്ചേ, അന്നാ പ്ലസൻ എടുത്തേക്കും. അവനോട് ചോദിച്ചു, ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. അങ്ങനുണ്ട്. ഞാൻ ഇന്ന് വരെ എന്നെ പറ്റി അവിഖ്യാതി പറയരുത്. എന്തോ ഒരു തീക്ഷണ. സമാജത്തിന് വരാൻ ഒരു തീക്ഷണയില്ല. അതേസമയം ചിലർക്ക് ഇതാ വലിയ ബുദ്ധിമുട്ടാ. ടൂറ് പോകുന്നെന്ന് പറഞ്ഞേ മനുഷ്യനെ ഉറക്കുകയല്ല. 2 മണിയാകുമ്പോൾ എഴുന്നേക്ക്, സമയം എന്നായി? 2 കിടക്കവിടെ. ഉടനെ 3:45 എഴുന്നേക്ക്. എത്രയായി? 3:45. ഈ സമയം പോകുന്നില്ലല്ലോ. അയ്യോ, ഞങ്ങൾ പണ്ടൊരു ടൂറിന് എന്നെയും കൂടെ കൊണ്ടുപോയി. അത് വേറൊരു ടൂറാ, കൊണ്ടുപോയതാ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ. അന്നേരമാ പോയി നോക്കൂ, പൈസ കൊടുക്കണം. കൊണ്ടുപോയി. ആള് തികയുന്നില്ല. അയ്യോ, അപ്പൊ ഇത് പൈസ വേണ്ടേ? ഉടനെ പിള്ളേർ പറഞ്ഞു, ഇവിടെ ഒരു തള്ളയുണ്ട്, അവർക്ക് വലിയ ഇഷ്ടമാണ് ടൂറ് പാഴവേ നമുക്ക് കയറ്റാന്ന്. രാത്രി 2:30 ആ തള്ളയുടെ വീട്ടിൽ ചെന്ന്, കാശുള്ള തള്ളയാ, ബെല്ലടിച്ചപ്പോൾ തള്ളയ്ക്ക് വായി സഭായത്തിനൊന്നും പോകുന്ന തള്ളയല്ല. എനിക്ക് കൊച്ചുങ്ങൾ ചോദിച്ചാൽ, എന്നാണോ അത്? അമ്മച്ചി ഞങ്ങളൊരു ടൂറ് പോവാം മൂന്നാറിൽ, അമ്മച്ചി വരുന്നോ? ആ ഞാനും വരാമെന്ന് പറഞ്ഞു. അവർ 2:30 ഒരുങ്ങി വന്നു. തള്ള കാശും കൊടുത്ത്. സഭായത്ത് തൊട്ടടുത്ത ആ സഭാകുളം. അങ്ങോട്ട് പോനെ പെരുമുട്ടാടാ. തന്നിൽ ഒത്തിരി നേരം ഇരിക്കും അങ്ങ് പുറം തീർത്ത് കയറുക. സഭായത്തിനെ ഈ 3-3.5 മണിക്കൂർ വണ്ടിയാൽ അവിടം വരെ തള്ളയ്ക്ക് ഒരു തള്ള ഇങ്ങനെ ആസ്വദിച്ച് പോവുക. പെരുമുട്ടുമില്ല, കഴുത്തുമുട്ടുമില്ല, പുലിമുട്ടുമില്ല. ഇതൊക്കെ ദൈവം തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ ഈ സകല വിളച്ചിലും പടേനി. ആരാധനയ്ക്കിരിക്കുമ്പോൾ അസ്വസ്ഥതയാ, ആരാധനയ്ക്കിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാ. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇവര് കാളയ്ക്ക് യാഗപീഠം പണിത് ക്രമം കെട്ട് വഴിവിട്ട് കെട്ടടിച്ചെന്നാ എഴുതിയേക്കുന്നത്. 25-ാം വാക്യം ഒന്ന് വായിച്ചേ. 32-25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളഞ്ഞു. ആരാധനയെല്ലാം കൊണ്ട് ഭയങ്കര വർഷിപ്പാ കേട്ടോ. വർഷിപ്പ് അങ്ങോട്ട് കൂടിയപ്പോൾ ഒരെണ്ണത്തിന് തുണിയില്ല, ഒരെണ്ണത്തിന് തുണിയില്ല. അങ്ങനെ അവരുടെ വിരോധികൾ മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളയുന്ന. ഇംഗ്ലീഷിൽ നേക്കടെന്നാ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിള് ഇതിലെങ്ങനെ എഴുതിയേക്കുന്നത്? നേക്കടെന്ന്. ആ ഇംഗ്ലീഷാന്നല്ലോ, നോക്കി. മൈക്ക് കൂടെ വായര്, അത് നിങ്ങളൊന്നും കേട്ടില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. മലയാളത്തിൽ ആദ്യം. And when Moses saw that the people were naked, for Aaron had made them. നേക്കടെന്ന് കേട്ടാ മതി, വേറൊന്നും കേൾക്കണ്ട. അത് മതി. ഇന്ന് രാത്രി അത് കേട്ടാ മതി. ബാക്കിയൊക്കെ വായിച്ചാൽ ഞാൻ കിടന്ന് കുഴയും. പുള്ളിയിരുന്നങ്ങ് വായിക്കുകയും ചെയ്യും. വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കയറുന്നേ? അപ്പൊ അവിടെ വസ്ത്രമില്ലെന്ന് ഞാൻ തമിഴ്നാട്ടിൽ പോയിരിക്കെ പ്രസംഗിച്ചപ്പോൾ, ഈ ഭാഗം പ്രസംഗിച്ചപ്പോൾ തമിഴിൽ വായിച്ചു. അത് വളരെ നല്ലതാ. തമിഴ് എനിക്ക് അറിയത്തില്ല, എന്നാലും വായിച്ച വാക്യം തെറ്റിയാൽ ക്ഷമിക്കണം. ഇപ്പോൾ ഇങ്ങനെ, ജനങ്ങൾ തങ്ങൾ പകൈവറുക്കൾ അപമാനപ്പെടുത്തതാകെ ആരോൻ അവர்கள் നിർവാണമായി இருக்கிறதை അവர்கள் നിർവാണമായി இருக்கிறது മോശ കണ്ടെന്ന. അങ്ങനെ തമിഴില് നിർവാണമായി இருக்கிறதை, വസ്ത്രമില്ല. ഇംഗ്ലീഷിൽ നേക്കടെന്ന് തന്നെ. മലയാളത്തിൽ പിന്നെ കുറച്ചുകൂടെ ഭാഷാ പണ്ഡിതന്മാരായതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഒരു പ്രയോഗം, കെട്ടടിഞ്ഞെന്ന. ഒന്ന് വായിച്ചേ മലയാളത്തിൽ. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളയുക. ഈ ആരാധനയും വർഷിപ്പും പ്രൈസ് ആൻഡ് വർഷിപ്പും കൂടിയപ്പോൾ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. ഇന്നത്തെ പല ആരാധനയും യോഗ്യമായിട്ടുള്ളതല്ല. തലേ തുണി ഇടുകയില്ല, ദേഹത്ത് തന്നെ ഇടുന്നത് യോഗ്യമല്ല. ഇറുകി പറ്റിയത്, ഇക്കിളിപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ ത്രസിപ്പിക്കുന്നത്, ഉന്മാനപ്പെടുത്തുന്നത്. ഈ ആമ്പിള്ളേർ കല്യാണത്തിനൊക്കെ ആമ്പിള്ളേർ എന്ത് നല്ല യോഗ്യമായിട്ടാണ് വരുന്നത്.
ടൈയും കോട്ടും ഒക്കെ കെട്ടി, അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും, അല്ലെങ്കിൽ സാധാരണ യോഗ പെണ്ണുങ്ങളാ കാല് പറഞ്ഞു വരുന്നത്. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം ചോദിക്കാം. അല്ല, നിങ്ങൾ കേട്ടാ ഇഷ്ടപ്പെട്ട എനിക്കെന്നെ, എനിക്ക് ഒരുത്തൻ്റെ ഒരു മൂപ്പും വേണ്ട, ഒരുത്തൻ്റെ കൂസൊന്നും എനിക്ക് വേണ്ട. ഒരു പുരുഷനെ സ്ത്രീയെയും കൂടെ ഇറക്കി നിർത്തിക്കേ. ഒരു പുരുഷൻ പാൻറ് മാത്രം ഇട്ടുകൊണ്ടിരുന്നാൽ അത്ര ആക്ഷേപം വരികയില്ല. പാൻറ് മാത്രം അവൻ ഇട്ടിട്ടുള്ളൂ, അടിവസ്ത്രം വിട്ട് അതിൻ്റെ മേളിൽ പാൻറ് വിട്ട് അവൻ നിൽക്കുക. ഒരു സ്ത്രീക്ക് അടിവസ്ത്രം ഒരു പാൻറ് മാത്രം ഇട്ട് നിർത്തിക്കേ, അങ്ങനെ നിൽക്കുവോ? ഇല്ല. സ്ത്രീയുടെ പ്രകൃതി, ശരീരത്തിന്റെ പ്രകൃതി അങ്ങനെ, അത് ദൈവം അങ്ങനെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ഒരു പുരുഷൻ ആ രീതിയിൽ നിന്നാൽ വലിയ അപാകത ഇല്ലെങ്കിലും അവൻ കല്യാണത്തിനൊരുക്കി വരുമ്പോൾ എന്ത് യോഗ്യമായിട്ടാ. അതേസമയം ഇപ്പൊ പെണ്ണുങ്ങളെ ഒരുക്കിക്കൊണ്ട് ബ്യൂട്ടി പാർലറുകാരും അവരെ കുറ്റം പറയണ്ട. ഇവള് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ അവരൊരുക്കുന്നത്. അവരേത് വിധനെ ഒരുക്കാൻ അവരുടെ സാധനമുണ്ട്. മൊത്തം മറക്കണേ, മൊത്തം പകുതി മറക്കണേ, പകുതി ഇച്ചിരി മറക്കണേ, ഇച്ചിരി എല്ലാ സൈസും അവരുടെ കയ്യിലുണ്ട്. അത്യാവശ്യം മാത്രം നീ പറയുന്നതാ. അതുകൊണ്ട് പെന്തിക്കോസുകാരോട് പറയാം, മറ്റുള്ളവരോട് ഞാൻ പറയാൻ ആളല്ല. ഒന്നുകൂടെ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന നിന്റെ മോളെ ഒരുക്കിക്കൊണ്ട് വരുമ്പം നീയും നിന്റെ മോളും യോഗ്യമായിട്ട് വരണം. ചുമ്മാ കാല് പറഞ്ഞ് പറയുന്നില്ല. ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഇനി കല്യാണം നടത്തുന്ന ഉപദേശമാര് പറയണം, യോഗ്യമായിട്ട് വന്നില്ലെങ്കിൽ കല്യാണം നടത്തുകയെന്ന് പറയണം. ഞങ്ങൾ നടത്തുകയല്ല, എവിടെയെങ്കിലും കൊണ്ട് നടത്താൻ പറയണം. ഇങ്ങനെ കുഴ തെറ്റിയ കുറേ അവന്മാരുണ്ട്, അവന്മാർ നടത്തും. നിനക്ക് പറ്റിയില്ല, തവിക്ക് ഇക്കണ മതി എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് പൊക്കോണം. മനസ്സിലായോ? ഒരുങ്ങി വരുമ്പോൾ നമ്മൾ നടത്തുകയെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് ശരിയല്ല. അപ്പൊ ആലോചന വന്ന് പറയുമ്പോഴേ പറയണം, ഇവിടുത്തെ രീതി ഇതാ, യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചെങ്കിൽ നടത്തൂ, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ സഭയിൽ പോകുകയോ എവിടെയെങ്കിലും നടത്തുകയോ അല്ലെ വേറെ ആരെങ്കിലും വിളിച്ച് നടത്തിക്കോ എന്ന് തീർത്ത് പറയണം. പുറമെല്ലാം കേക്കറോട് പോലെ പുറം കിടക്കുന്നത്, വരയില്ലെന്നേ ഉള്ളൂ. കല്യാണത്തിന് ഉഭയസമ്മതനം പറയുന്നത് കേക്കറോട് പോലെ കിടക്കുക. അത്യാവശ്യം രണ്ട് വള്ളി, കോഴ മറിഞ്ഞ് കോഴ തെറ്റി. എന്നാണ് യോഗ്യമായിരിക്കണം. ഇതൊന്നും പൊതുവെ പറയേണ്ടതല്ല, പക്ഷെ പറഞ്ഞു നോക്കൂ. ഇപ്പം ഈ ആരാധനയും വർഷിപ്പും അല്ല അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പം ഒരെണ്ണത്തിന് ഉടുതുണിയില്ലെന്ന് പുസ്തകത്തിൽ ബാക്കിയുള്ളത് കൊണ്ട് അങ്ങനെ തീർത്ത് പറയാന്. ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. ക്രമം കെട്ട് വഴിവിട്ട് വ്യവസ്ഥ തെറ്റി കെട്ടഴിഞ്ഞു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. അടിച്ചു വിട്ടു. ജനമല്ല കാരണക്കാരൻ, അഹരോനാ. സ്തോത്രകാഴ്ച മാത്രം മേടിച്ചാൽ പോരാ, കർക്കശ ഉപദേശം പറയണം. ദശാംശം കിട്ടുമ്പോൾ സ്തോത്ര എന്ന് പറഞ്ഞ് താത്താ പോരാ കീശയിലോട്ട്. കാര്യം തീർത്ത് പറഞ്ഞു. ഇണങ്ങിയാലും കൊള്ളാം, പിണങ്ങിയാലും കൊള്ളാം, തീർത്ത് കാര്യം പറയണം. ഏതായാലും ഈ സഹോദരിമാർ ലാസ്റ്റ് ദിവസം എന്നെ വിളിച്ചത് നന്നായി. ഇത് ആദ്യത്തെ ദിവസമായിരുന്നു. ഇപ്പോൾ പറയും തൊടു കഴിക്കുക പുള്ളി അന്തരീക്ഷം കെടുത്തി വെച്ച് പോയെന്ന് പറയും. എന്നാ പിന്നെ നിങ്ങൾക്ക് പറയാം, കഴിഞ്ഞ 3 ദിവസം നല്ലതായിരുന്നു കേട്ടോ. ഒടുവിൽ പിന്നെ പുള്ളി അല്ലെങ്കിൽ അയാൾ ബോധമില്ലാത്തവൻ എന്തേലുമൊക്കെ, അതുകൊണ്ടായിരിക്കും ലാസ്റ്റ് ദിവസം എന്നെ വെച്ചത്. അപ്പൊ ഒരു കാര്യം പറയാം, ഇത് പ്രമാണമെല്ലാം വിട്ടു. ഇങ്ങനെ വ്യവസ്ഥ തെറ്റി ക്രമം കെട്ടപ്പോൾ കാളയ്ക്ക് യാഗപീഠം പണിത് വിഗ്രഹ സേവയ്ക്ക് തൽപരരായി കാളയ്ക്ക് യാഗപീഠം പണിത് ആരാധിച്ചപ്പോൾ നൃത്തവും പാട്ടും ചാട്ടവും ആട്ടവും ഇത് കണ്ടുകൊണ്ട് മോശം വന്ന് വെച്ചിരിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നാൽ ലേവ്യരെല്ലാം കൂടെ മോശയുടെ അടുക്കൽ വന്നു. അതിന് കാരണമുണ്ട്. ലേവിയെ പണ്ട് അപ്പൻ ശപിച്ചതാ, അറിയാമല്ലോ. 12 മക്കളുള്ളത് ലേവിയെ പിരാഗിയപ്പൻ. ആ വാക്യം ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുക. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ.
ശിമയോനും ലേവിയും സഹോദരന്മാർ. ശിമയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഗോത്രപിതാവകുന്ന യാക്കോബ് മരിക്കാൻ പോകുക. 147 വയസ്സുണ്ട്. ജരാതര ബാധിച്ച് ശയ്യാവലംബനായ ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട് യാക്കോബ് കട്ടിലേക്ക് കിടക്കുക, മരിക്കാനായി. അപ്പോൾ മരിക്കാനായപ്പോൾ യാക്കോബ് തന്റെ പിള്ളേരെയെല്ലാം വിളിച്ചു പറയുക. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, കൂടി വരുവിൻ. 49:1 മുതൽ വായിച്ചേ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ. ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ. അപ്പോൾ ഓരോ പിള്ളേര് വന്നപ്പോൾ പിള്ളേരുടെ ദൂത് പറയുക. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ലേവിയോട് പറഞ്ഞതാണ് 5-ാം വാക്യം. വായിക്കാം. ശിമയോനും ലേവിയും സഹോദരന്മാർ. ശിമയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ തന്നെ. എന്നുള്ളമേ മന്ത്രണത്തിൽ കൂടരുത്. മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. യോഗത്തിന് ചേരരുത്. അപ്പൊ അപ്പൻ ശിമയോനും ലേവിയെ ശപിച്ചു. കാരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 34 പഠിക്കുമ്പോൾ ഇവരപ്പനെ നാറ്റിച്ച പിള്ളേരാ 2 എണ്ണം. ആ 34:30 വായിച്ച ചരിത്രം എടുക്കുന്നില്ല, വാക്യം വായിച്ചാൽ മതി. 34:30. അപ്പോൾ യാക്കോബ് ശിമയോനും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തില. അപ്പനെ നാറ്റിച്ച 2 എണ്ണം. അതിലൊരുത്തനാ ലേവി. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, നാറ്റിച്ചു. ഇവൻ നാറി, ഇവൻ നാറ്റിച്ചു. അതുകൊണ്ട് അപ്പൻ മരിക്കാറായപ്പോൾ ഇവനെ പ്രാഗി ശപിച്ചു. ശിമയോനും ലേവി സഹോദരന്മാരാ. ഇവരുടെ ആ വാളുകൾ സാഹസത്തിൽ എടുത്തിയാട്ടക്കാരാ, ക്ഷിപ്രകോപികളാ, ആത്മസംയമനമില്ല, ക്ഷമയില്ലാത്തവരാ. അതുകൊണ്ട് എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. അവരുടെ യോഗത്തിന്, എൻ്റെ ഭാഷയെ പറയാം, ലേവി യോഗം വെച്ചാൽ ഒരുത്തനും വരികയില്ല. ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല. ഈ പാവം പിടിച്ച സഹോദരിമാർ യോഗം വെച്ചുകൊണ്ടായിരിക്കാം ഒരുമാതിരിപ്പെട്ടവരാരും വന്നിട്ടില്ല. ഞാനിവിടെ വന്നിങ്ങനെ മൊത്തത്തിൽ നോക്കി. മാണിച്ചനൊക്കെ വന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. സൈമച്ചാനും വന്നു, സാമും വന്നു, മതി. വരണ്ടവരൊക്കെ വന്നു. സാറും ഉണ്ടല്ലോ, ഉണ്ട്. ഉണ്ട്, അത്യാവശ്യമുണ്ട്, മതി. സ്തോത്രം. എന്നാൽ ഇന്ന് ഇത്രയും പേര് കൂടിയല്ലോ, വലിയ കാര്യം. എന്നാൽ ഈ ദേശത്തൊന്നും വേണ്ട ദൈവമക്കളുണ്ട്. എത്ര സഭകളാണ് ഇവിടെ കിടക്കുന്നത്. ഞായറാഴ്ച ആകുമ്പം പിടികൊണ്ട പന്നി പോകുമ്പോലെ ഓടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. NIV, KJV, പിന്നെ ദാനിയേൽ റെഫറൻസ് ബൈബിള്, വിഭാഷി, KPയോനാന്റെ ബൈബിള്, സത്യത്തിലെ ബൈബിള് എടുത്തുകൊണ്ടിങ്ങനെ ആട്ടെ. എന്നാലും ദൈവം സഹായിക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ പൗലോസ് പറഞ്ഞ സ്പർദ്ധയോടാന്നേലും യേശുവിനെ അല്ലയോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലേവി യോഗം വെച്ചാൽ ഒരുത്തനും പോകത്തില്ല. അവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല. അപ്പൊ ദീർഘവർഷങ്ങളായിട്ട് ലേവി ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുക. അപ്പൊ ലേവിക്ക് മനസ്സിലായി ജീവിതത്തിൽ പാളിച്ച വന്നു. ക്ഷിപ്രകോപം, ആത്മസംയമനമില്ല, എടുത്തിയാട്ടം നടന്നു. അതുകൊണ്ട് ചരിത്രം ലേവി അന്ന് മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കർത്താവേ, തെറ്റുപറ്റി, അപാകത വന്നു, പോരായ്മ വന്നു, പക്ഷെ എനിക്കൊരു അവസരം തരണം. അവസരം തന്നാൽ ഞാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കും. അങ്ങനെ ദീർഘനാളുകൾ കാത്തിരുന്നപ്പോൾ വീണ് കിട്ടിയ അവസരം പോലെ മോശയെ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അവസരം കാത്തിരുന്ന് ലേവി എൻ്റെ ഭാഷയെ കണ്ണ് കാണിച്ചു പറഞ്ഞു, ദൈവം അവസരം തരിക, കയറി വരാൻ പറഞ്ഞു. തൻ്റെ കൂട്ടരോട് പറഞ്ഞു, കയറി വാ. ദൈവം അവസരം തരിക, കയറി വരാൻ പറഞ്ഞു. അതാ ബാക്കി. എന്നാറേ ലേവരെല്ലാരും കൂടെ മോശയുടെ അടുക്ക വന്നു. മോശ പറയുക, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വാളെടുത്ത് ഒരറ്റം മുതൽ, എൻ്റെ ഭാഷ അറിയണം എന്നാ, ഈ കാളയുടെ പുറകെ പോയവനും, കാളയ്ക്ക് യാഗവിടം പെടുന്നവനും, കാളയ്ക്ക് ഓമയാൻ കഴിച്ചവനും, കാളെ കണ്ടപ്പോൾ ഇളകിയവനും, കാളയ്ക്ക് യാഗമർപ്പിച്ചവനെ എല്ലാം അറിഞ്ഞേക്കാൻ പറഞ്ഞു. ഒന്നാമത് ഈ യോഗത്തിന് വിളിക്കാത്തതിൻ്റെ കലിപ്പും. കുറച്ച് നാളായിട്ട് ഇവരുടെ യോഗത്തിനാരും വരാത്തതിൻ്റെ അരിശു എല്ലാം കൂടെ ഉണ്ട്. പഴമക്കാർ പണ്ട് പറമ്പിൽ ഉന്തിൻ്റെ കൂടെ ഒരു തള്ള്, ഒരറ്റം മുതൽ അങ്ങ് അറിഞ്ഞു. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. 3000 എണ്ണം പട്ടു. ഇതൊരു വലിയ വിഷയമായി. സ്വർഗത്തിലെ ദൈവം ഇത് സമയം ലേവി തക്കത്തിൽ ഉപയോഗിച്ചത് അങ്ങ് മുദ്ര വെച്ചു. ഇന്ന് രാത്രി പ്രിയരെ, ദൈവം നല്ല അവസരം തരിക. എന്നും ഇതുപോലൊരു യോഗം കിട്ടിയെന്ന് വരികയില്ല.
എന്നും ഇതുപോലൊരു കസേര കെട്ടിയിരുന്ന് കേൾക്കാൻ അവസരം ലഭിച്ചൊന്നും വരികയല്ല. മരണം ഏത് ദിവസം ഏത് സമയവും പിടികൂടും. ഈ ഉപദേശിമാരാകുന്ന ഞങ്ങളെ പറ്റി രണ്ട് ആക്ഷേപമാണ് സാധാരണ മാന്യന്മാർ പറയുന്നത്. ഈ മാന്യത കുറഞ്ഞ ആൾക്കാർ പലത് പറയും, എന്നാൽ മാന്യന്മാരാകുന്ന ലോകപ്രകാരം കുറേ മാന്യന്മാരുണ്ട്. അപ്പം അവർ നമ്മളെ പറ്റി രണ്ട് ആക്ഷേപമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഇവരാൾക്കാരെ എല്ലാം വിളിച്ചിരുത്തി വെച്ച് മുഖത്ത് നോക്കിയാ പറയുന്ന ഭാവിയാണ്. മുഖത്ത് നോക്കി പറയാ. രണ്ട്, ഇവർ പറയുന്ന ഒരു ആക്ഷേപം, അന്തസ്സുള്ളവനെ എല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞാ നീ മരിക്കുമെന്ന്. അല്ല, ഒന്നുകൂടെ ആവർത്തിക്കുക, മരിക്കും. നമ്മുടെ ആ ഇരിപ്പും പാപവും ഒക്കെ കണ്ടാ മരിക്കുകയല്ലെന്നും പറഞ്ഞാ ഇരിക്കുന്നത്. എല്ലാം മരിക്കും. പാടുകയല്ലേ, ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും. ഒരു വിപ്ലവഗാനത്തിന്റെ വരിയുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക്. കേട്ടിട്ടില്ല? തൊഴിലാളികളെ എഴുതിയ പുള്ളിയും ചത്തു, പാടിക്കൊണ്ട് നടന്ന ഒത്തിരി എണ്ണം ചത്തു, ഇനിയിപ്പം കുറേ എണ്ണം പാടുന്നു, അവരും ചാകും, നമ്മളെല്ലാം മരിക്കും. ഈ അടുത്ത കാലത്ത് VS മരിച്ചപ്പോൾ ഒരു മുദ്രാവാക്യമുണ്ട്, ഇല്ല ഇല്ല, ഡെഡ് ബോഡിയും കൊണ്ട് വരിക. അന്നേരവും പറയാ ഇല്ല ഇല്ല. ആട്ടെ, സകല ആൾക്കാരും മരിക്കും. മരണം സകല മനുഷ്യനിലും പരന്നിരിക്കുന്നെന്നാ. അപ്പോൾ നാളെ ഒരു അവസരം ഇങ്ങനെ കിട്ടുമെന്ന് ആര് പ്രതീക്ഷിച്ചു? അല്ല, ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലാൻ തന്നെ ഉറപ്പ്. നിമിഷ നേരത്തിലല്ലയോ പോകുന്നത്. നമ്മൾ ചോദിക്കല്ലേ, ബാബച്ചൻ എങ്ങനെയാ മരിച്ചേ? ആ യോഗത്തിനിടയിൽ ഒരു ഇക്കിള്, നിന്റെ ഇരിപ്പ് കണ്ട 50 ഇക്കളിനുണ്ടെന്ന് പറഞ്ഞായിരിക്കുന്നത്. ഒറ്റ ഇക്കളിന് നീയില്ല. ആ ഇക്കള് തന്നെ ചൊവ്വനല്ലോ വിട്ടത്. അപ്പൊ ഞാൻ നിങ്ങളുമെല്ലാം ഏറെ നിമിഷത്തും ഈ വഴി കടന്നു പോകേണ്ടവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തന്നിരിക്കുക. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി തീരുമാനിച്ചു, നല്ല അവസരം ദൈവം തരിക, കയറി വിട്ട്. ഇത് ദൈവം അങ്ങ് മുദ്ര വെച്ചു. ദൈവമക്കൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. നമ്മളൊരു കവിത കേട്ടിട്ടുണ്ടല്ലോ, വണ്ട് തേൻ കുടിച്ച് ലാസ്റ്റ് ഒരു താമരയ്ക്കകത്ത് എന്ന് കുടിച്ച് അങ്ങ് മത്ത് പിടിച്ചു. അപ്പോൾ താമരയുടെ കൂമ്പ് വന്നങ്ങ് മൂടി, വണ്ട് ഇതിനകത്തായി പോയി. കേട്ടിട്ടുള്ളതാ, അറിയാമല്ലോ. അപ്പോൾ പുള്ളി എന്ന് ചിന്തിക്കുക, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ, സൂര്യനുദിക്കും ഈ കമലവും ചാലേ വിരിഞ്ഞിടും. ഏവം ഒട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരറിഞ്ഞു. വിടുതാൻ ഇന്ദ്രനാം വൽമിനി. അപ്പൊ വണ്ട് ചിന്തിക്കുക, ഏതായാലും കുടിച്ച് പരുവക്കേടാ, ഇത് വന്നങ്ങ് കൂമ്പി അകത്തായി. അപ്പൊ പുള്ളി ചിന്തിക്കുക, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും, ഈ രാത്രി പെട്ടെന്നങ്ങ് തീരും. ദേവൻ സൂര്യൻ ഉദിക്കും, ഈ കമലവും ചാലേ വിരിഞ്ഞിടും. ഏതായാലും വന്ന് വിട്ടുപോയി. നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചിരിക്കുക, ദൈവമേ സമയം പോകുന്നു, എഴുന്നേറ്റ് പോകേണ്ടതായേക്കാന്നേ ബോധമില്ലാത്തവനാ എഴുന്നേറ്റ് വല്ലതും വിളിച്ച് ഇത്രയും മനുഷ്യന്റെ ഇടയ്ക്ക് നാണം കിടന്നതിനായാലും മരുന്നെടുത്ത് വെച്ച് കാണാം എന്നിടത്ത് പലരും അങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാം. ഇപ്പം നിർത്താം, പെട്ടെന്ന് നിർത്താം. വണ്ടും ഇത് തന്നെ ചിന്തിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യനദിക്കും, കമലം ചാലേ വിരിയും. ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ ഒരു കാട്ടാന വന്ന് ഈ താമര പിടിച്ചു അങ്ങിട്ട് ഒരു തൂര് കൊടുത്തു. വണ്ട് അരഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒത്തിരി കണക്ക് കൂട്ടിയായിരിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ധാരാളം കാര്യം കണക്ക് കൂട്ടിയാ വന്നിരിക്കുന്നത്. അത് കണക്കൂട്ടുന്ന തെറ്റൊന്നുമല്ല, പക്ഷേ നമ്മുടെ ജീവിതം ക്ഷണികമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ഏത് സമയത്തും മരണത്തിന് തണുത്ത കരമെന്നതിന് തപ്പുന്നതിനും തലോടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പൊ ലേവി ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തോ നേട്ടം വന്നു. 2-3 കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. വായിച്ചേ. ഈ വിഷയത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വായിക്കാം. ആവർത്തന പുസ്തകം 33-ന്റെ 8 മുതൽ താഴോട്ട് പെട്ടെന്ന് വായിച്ചേ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു, നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും. ലേവിയെ കുറിച്ച് അവൻ പറയുകയാ, നിന്റെ ഊറീമും തുമ്മീമും നിന്റെ ഭക്തന്റെ പക്കലേക്ക് നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം,
അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല ഈ എന്ന് പറഞ്ഞു. വാളെടുത്ത് പ്രമാണത്തിന് വേണ്ടി നിന്ന് വെട്ടിയപ്പോൾ അവന്റെ മനസ്സും അവന്റെ കാഴ്ചപ്പാടിനെ പറ്റിയാ പറയുന്നത്. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. അടുത്തത് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. സഹോദരന്മാരെ ആ വിഷയത്തിൽ ആദരിച്ചില്ല. അടുത്തത് സ്വന്തം മക്കൾ എന്നോർത്തതുമില്ല. ആ വിഷയത്തിൽ സ്വന്തം മക്കളൊന്നും ഓർത്തില്ല. പിന്നെ നിന്റെ വചനം പ്രമാണിച്ചു, നിന്റെ വചനം പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും നിന്റെ ചെയ്തു. നിയമം കാത്തുകൊള്ളുകയും ഇന്ന് ചെയ്തു. രാത്രി സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിന്റെ വചനം പ്രമാണിക്കണം. എന്താ ദൈവത്തിന്റെ വചനം? ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. 2, മാനസാന്തരപ്പെട്ടവര് അവൻ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരണം. തീർന്നില്ല, അവൻ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. അവൻ വേർപാട് പാലിക്കണം. ഇതൊക്കെയാ ദൈവത്തിന്റെ വചനം. ആ വചനം പ്രമാണിച്ചു, വചനം കാത്തു, ദൈവത്തിന്റെ മഹത്വം. നിന്റെ വചനം പ്രമാണിച്ചു. അടുത്തത് നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിന് നിന്റെ വിധികളും അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന്റെ ന്യായപ്രമാണം ഉപദേശിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഉൽപ്പത്തി പുസ്തകം 34 സംഭവം നടന്നു. 49 അപ്പൻ ലേവിയെ ശപിച്ചു. ആ ശപിച്ചു പറഞ്ഞു, എന്റെ യോഗത്തിന് പോകരുത്, നമ്മുടെ യോഗത്തിന് വിളിക്കരുത്, എൻ മനമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുതെന്ന് പറഞ്ഞ് വിലക്കി. ആ വിലക്ക് എന്റെ ഭാഷയാ, ആ കെട്ട് ദൈവം അങ്ങ് പൊട്ടിച്ചേച്ചിപ്പം ദൈവം പറയുകയാ, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന്റെ ന്യായപ്രമാണം ഉപദേശിക്കും. യോഗത്തിന് വിളിക്കരുത്, ഇവരുടെ യോഗത്തിന് പോകരുതെന്ന് പറഞ്ഞ് വിലക്കിയ അവരെ പറ്റി പറയുകയാ. ഇനി അവരായിരിക്കും കാര്യം തീരുമാനിക്കുന്നത്. ദൈവവൈദ്യങ്ങളോടൊരു കാര്യം പറയാ, നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്നെ അകറ്റി നിർത്തിയവർ, ആക്ഷേപിച്ചവർ, പരിഹസിച്ചവർ നിന്നെ വിളിക്കും. അവർ നിന്റെ അടുക്ക വരും. എത്ര അനുഭവങ്ങൾ ഇരുപിടിക്കുന്നവർക്ക് പറയാനുണ്ട്. ഈ മാർഗത്തിൽ വന്നപ്പോൾ, ഈ സത്യോപദേശത്തിൽ വന്നപ്പോൾ കുടുംബക്കാരാക്ഷേപിച്ചു, നാട്ടുകാർ പഠിച്ചു, അനേകരും തന്നെ ദുഷിച്ചു, ആമൻ എത്രയോ ആക്ഷേപം സഹിച്ചു. പക്ഷേ അവിടെല്ലാം പ്രമാണത്തിന് വേണ്ടി നിന്നവരുണ്ട്. ഇന്ന് അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ആക്ഷേപത്തെ നിന്നെയൊക്കെ ദൈവം ആമൻ മാറ്റിത്തരും. അപ്പോൾ അവര് യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന്റെ ന്യായപ്രമാണം ഉപദേശിക്കും. അടുത്തത് അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും 34 അധ്യായത്തിന്റെ 30 വായിച്ചത് അപ്പനെ നാറ്റിച്ച നാറ്റക്കേസ്. ആ നാറ്റക്കേസ് ഇപ്പൊ സുഗന്ധമാക്കി. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നീ നാറിയ വിഷയം കാണും, നിന്നെ നാറ്റിച്ച വിഷയം കാണും, ഇപ്പോൾ നാറ്റം അനുഭവിക്കുന്ന വിഷയങ്ങൾ കാണും. അതവിടെ കിടക്കട്ടെ. ഇന്ന് രാത്രി യേശുവിനായി ജീവിച്ച് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ദൈവപ്രമാണം അനുസരിച്ചാൽ നിന്റെ നാറ്റത്തെ മാറ്റി അതിനെ സുഗന്ധമാക്കി ദൈവം തീർക്കും. 1, അവര് പ്രമാണം അറിയിക്കും. 2, ദുർഗന്ധത്തെ സുഗന്ധമാക്കും. അടുത്തത് യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. അടുത്തത് യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. 3, അവന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ പെന്തിക്കോസ് വരുമ്പോ ചിലർ പറയുന്നത് ഇഷ്ടം പോലെ കാശ് തായ്പ തരുന്ന. പൊട്ടാ, ഒരു തായ്പം തരുന്നില്ല. ഞങ്ങളുടെ ധനത്തെ ദൈവം അങ്ങ് അനുഗ്രഹിക്കുന്നതാ. അതിനാ നേരത്തെ കുടിച്ചവൻ ഇപ്പൊ കുടിക്കുകയല്ല, വലിച്ചവൻ ഇപ്പം വലിക്കുക. ഇതൊക്കെ ഞങ്ങൾക്ക് ലാഭമാണ്. നേരത്തെ ടൂറ് പോയിട്ടുണ്ട്. പിന്നെ മുമ്പേ പറഞ്ഞില്ല, സൗന്ദര്യ വസ്തുക്കള്, ചെറിയ തേക്കുന്നത്, പിരിയം പഠിക്കുന്നത്, നഖത്തേലടിക്കുന്നത്, പിന്നെ കുന്തം കോടാൽ, അതെല്ലാം ഇപ്പൊ നിർത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. അങ്ങനെ നിർത്തിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എഴുന്നേറ്റ് വന്നേ കാണട്ടെ, ഒന്ന് എഴുന്നേറ്റ്. ഇതൊക്കെ നിർത്തിയവരെ, നഖത്തേലടിക്കുന്നതും ചെറിയയിലിടുന്നതും പിരിയം പഠിച്ചു, അങ്ങനെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് കാണാനാ, അഭിനന്ദിക്കാൻ പോവുക. എഴുന്നേറ്റ് നിൽക്കാൻ നീ എന്തിനപ്പുറത്ത് വെണ്ണമ്മയെ നോക്കുന്നത്? വെണ്ണമ്മ പരിവക്കേടി ഇരിക്കുക. 2 ഉള്ളൂ. 2, 4. ഇരുട്ടത്ത് വല്ലവരും ഉണ്ടോ എന്ന് അറിയത്തുമില്ല. ഉള്ളതാട്ട് അല്ല, നിർത്തി. നീ എന്നാ ഗതി പിടിക്കാതെ കിടക്കുന്നത്? നിങ്ങളിരുന്നോ 4 അഭിനന്ദിക്കുന്നു. എന്നാ പിന്നെ ഒപ്പിച്ചിട്ട് ഒക്കാത്ത എന്നാ ഓട്ടസഞ്ചിക്കകത്തിടുകല്ലേ? രക്ഷിക്കപ്പെട്ടപ്പോ കുടി നിർത്തി, വല നിർത്തി, തമ്പാക്ക്, പിന്നെന്തോ വേറെ ഉണ്ടൊക്കെ ഉണ്ടല്ലോ, എന്തോ നാക്കിനിടയിലും ഒക്കെ വെക്കുന്നത്, പാൻപരാഗ്, അതെല്ലാം നിർത്തി. ശമ്പു ആന്തേലും കൊള്ളാം, കമ്പു ആന്തേലും കൊള്ളാം, എന്തോ ഇല്ലായിക്കോ, അതെല്ലാം നിർത്തി. അങ്ങനെ നിർത്തിയവരെന്ന് എഴുന്നേറ്റ് നിന്നേ സഹോദരന്മാര്.
ഓ ഇപ്പോഴും ഉണ്ടോ? എഴുന്നേക്കട ചുമ്മാ. ആണ് ബഹുമാനപ്പെട്ട മാണിച്ചൻ അടക്കമുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ട ഇരുന്നാട് അഭിനന്ദിക്കുന്നു. പെണ്ണുങ്ങൾ ചുമ്മാ അടക്കുക. മനസ്സിലാകുന്നോ? അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലാഭമാ. മറ്റാഘോഷങ്ങൾക്കും പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ പോകുകയല്ലേ, അതെല്ലാം നിർത്തുമ്പോ അതെല്ലാം നമുക്ക് ലാഭമാ. അപ്പൊ അങ്ങനെ കിട്ടുന്നത് നമ്മുടെ വീട്ടിലെ അവിടെ നാട്ടുകാർ പറയാം സായിപ്പോട് സായിപ്പാന്ന് ഇതുപോലെ അക്കീസുകള് അവന്മാർ അവിടെ നിന്ന് എല്ലാം നോക്കി കണ്ടാ വരുന്നത്. ഓട്ടോയിൽ കയറിയാൽ ഞാനൊരിക്കലും എറണാകുളത്തോട്ട് പോയപ്പോ ഒരു സായിപ്പ് ഒരു ഓട്ടോയിൽ കയറി, ഞാനും ഒരു ഓട്ടോയിൽ ഒന്നിച്ചാ. അപ്പൊ പുള്ളി ഓട്ടോയിൽ കയറിപ്പോയി, ഞാനും ഒരു ഓട്ടോയിൽ കയറി. ചെന്നിറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടും ഒരു സ്ഥലത്താണ് ചെല്ലണ്ടേ. എനിക്കറിയത്തില്ല സായി പേരാന്ന്. അപ്പൊ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഓട്ടോക്കാരൻ ഞാൻ ചോദിച്ചു എത്ര രൂപ. അപ്പൊ ആ ഓട്ടോയും വന്ന് എത്ര ഓട്ടോയ അന്ന് 50 രൂപ. 50 ഞാൻ കൊടുത്തു. സായിപ്പ് എന്ത് ചെയ്ത 50 കൊടുക്കുകയല്ല. അയാൾ ഇംഗ്ലീഷിൽ ഏതാണ്ടൊക്കെ പറഞ്ഞ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അറിയാമായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു. ഏതാണ്ടെല്ലാം പറഞ്ഞു. ഈ തർക്കത്തിൽ മനസ്സിലായി പുള്ളി 50 കൊടുക്കുകയല്ല, 35 എന്ന് അയാൾ പറയുന്നുണ്ട്. അതെനിക്ക് പിടികിട്ടി. ഓട്ടോക്കാരനും ഏതാണ്ടൊക്കെ പറയും. രണ്ടും കൂടെ എന്തോ അലോഗ്യമാണ്. ഉടനെ സായിപ്പ് ബാഗ് തുറന്നേച്ച് പേപ്പർ എടുത്ത് കാണിച്ചു, ഇത്ര കിലോമീറ്ററേ ഉള്ളൂ, ഇത്ര രൂപയേ ഉള്ളൂ ഓട്ടോയുടെ ചാർജ് പറഞ്ഞു. അതാ സായിപ്പ്. നമ്മുടെ ഇതൊന്നുമില്ല, 50 ചോദിച്ചോണ്ട് 50 കൊടുത്തു. തർക്കിച്ച് അവൻ നല്ല അട്ട തെറി പറയും. എല്ലാവരും അല്ലെങ്കിലും ചിലര്. അതാ സായിപ്പ് ബിരുദന്മാര്. അപ്പൊ ഇത് സായിപ്പ് ഒന്നും തരുന്നതല്ല, സ്വർഗത്തിലെ ദൈവം നിന്റെ ധനത്തെ അനുഗ്രഹിക്കുന്നതാ. അതാ ലേവിയെ പറയുക, യഹോവയെ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. അടുത്ത വാക്യമായി അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. പിന്നെ നേറ്റത്തെ ദൈവ സുഗന്ധമാക്കും. 2, നിന്നെ അകത്തി നിർത്തിയവർ നിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കും. 3, നിന്റെ ധനത്തെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. മാത്രമല്ല നിന്റെ എതിരാളികളെ ദൈവം ഒതുക്കും. നമ്മുടെ എതിരാളി പിശാച, നമ്മുടെ എതിരാളി പിശാച. സാത്താന്റെ ശക്തികളെ ഒതുക്കി ദൈവം നിനക്ക് ജയം തരും. ഇന്ന് രാത്രി സമയം തക്കത്തിന് ഉപയോഗിക്കണം. 1, ലേവിയെ പോലെ ഉപയോഗിക്കണം. 2, ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രസംഗം നിർത്തുക. 2 കാര്യമേ പറയുന്നുള്ളൂ. 2, നിങ്ങളാണ്ട് ദൈവദാസനെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-2 തിരുവെടുത്തൊന്ന് വായിച്ച് വേഗത്തിൽ നിർത്തുക. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി. പിന്നെ മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി, അവിടുത്തെ തൃപ്പാനത്തിൽ പൂശി. ദൈവത്തിന്റെ മഹത്വം. തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കാരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. കഷ്ടം കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് ബേഥാന്യയിൽ വന്നു. ഈ വീട്ടിൽ യേശു കൂടെ വരും. ഈ വീട്ടിൽ യേശുവിനെ ആദ്യം സ്വീകരിച്ചത് മാർത്തയാ. ലൂക്കോസ് 10:38 എഴുതിയിട്ടുണ്ട്, വായിക്കേണ്ട സമയമില്ലാത്തത് കൊണ്ടാണ്. മറിയ ആ വീട്ടിൽ യേശുവിന്റെ തൃപ്പാനത്തിലിരിക്കുക. എന്തിനേറെ ധാരാളം പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അടുത്ത കാലത്ത് ആ ലാസറിനെ ദൈവം ഉയർപ്പിച്ചതും. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു ഈ വീട്ടിൽ വന്നു. മാർത്ത ശുശ്രൂഷ ചെയ്യുകയാണ്. മറിയ ലാസർ പന്തിക്കിരിപ്പുണ്ട്. ധാരാളം ആൾക്കാരുണ്ട്, ശിഷ്യന്മാരുമുണ്ട്. ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ മറിയ പെട്ടെന്നകത്ത് എന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വെങ്കൽ ഭരണി സ്വച്ഛജടമാംസി തൈലം എടുത്തുകൊണ്ടുവന്ന് അവിടുത്തെ തൃപ്പാനത്തിൽ പൂശി. തൈലത്തിന്റെ സുഗന്ധം വീട് മുഴുവൻ നിറച്ചു. എന്ന് പറഞ്ഞാൽ മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു.
പശ്ചാത്തല ഭാഗം ചിന്തിക്കണം. ശിഷ്യന്മാരെല്ലാം കൂടെയുണ്ട്, യേശു കർത്താവും ഉണ്ട്. ബെഥാനിയിലെ വീടാ. മിടുക്കന്മാരെല്ലാം ഉണ്ട്. താക്കോൽ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന പത്രോസ് ഉണ്ട്. പുള്ളിയുടെ താക്കോല് പുള്ളി ഈ സഭ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്കുന്നു. ഈ സഭയുടെ താക്കോലുള്ള ആൾക്കാർക്ക് അങ്ങനെ ചില സൂക്കേടുണ്ട്. വിശ്വാസികൾ നേരത്തെ വരുമ്പോൾ ഇയാൾ ചിലപ്പോൾ എല്ലായിടത്തും വല്ല ചിലര്, എല്ലാവരും വല്ല ചിലര് താമസമോ വരവൊക്കെ ഒന്ന് കാണണം. നമ്മളെല്ലാം നോക്കി നിൽക്കുക. സെമിത്തേരിയുടെ താക്കോലുള്ളവൻ അതിലും മിടുക്കനാ. പണ്ടൊരു താള് അടക്കുകയല്ല, അത് അയാളെ ആദ്യം പിടിച്ച് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. അയാളെ താക്കോലിട്ട ചോടി ഇല്ല, കൊച്ചുങ്ങളെടുത്ത് വെക്കോ, അത് വേറൊരു കാര്യം. അവ ഈ പത്രോസിന്റെ കൈ താക്കോലുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്കിടത്ത് ഇങ്ങനെ കറക്കും. യൂദ ട്രഷാറാ. അപ്പൊ പുള്ളിക്കും ഇച്ചിരി ക്രെഡിറ്റ് ഉണ്ട്. യോഹന്നാൻ മാറോട് ചേർന്നിരിക്കുക, ഇച്ചിരി ബന്ധമുണ്ട്. മാറോട് ചേടിത്തേനത്തി മക്കളാ, അതിൻ്റെയൊക്കെ ഉണ്ട്. ഈ സഭയാന്തേലും ഇതൊക്കെ ഉണ്ടെന്നേ ഇല്ലേ? ചില പറയത്തില്ലേ, പാസ്റ്ററുടെ കസിനാ ഞാൻ. ഇത് ഉപ്പാപ്പനാ. ഇത് ഞങ്ങളുടെ അമ്മാച്ചനാ. ചില സഭയിൽ ചെന്നാൽ മുഴുവൻ ബന്ധക്കാരാ. ഒരു സഭയിൽ ഞാൻ ചെന്നപ്പം നടത്തിപ്പുകാരൻ പറയുക, ഇപ്പോൾ അച്ചാച്ചി മുമ്പോട്ട് വന്ന് 2 കാര്യം പറയും, എന്നിട്ട് അപ്പാപ്പി പ്രാർത്ഥിക്കും, ഉപ്പാപ്പൻ ആശീർവാദം പറയും. അപ്പം അച്ചാച്ചൻ വന്ന് 2 വാക്ക് പറയും, അപ്പാപ്പി പ്രാർത്ഥിക്കും, ഉപ്പാപ്പൻ എല്ലാ അച്ചാച്ചി ഉപ്പാപ്പനും കൊച്ചാപ്പിയും അല്ല. ഇതൊക്കെ തന്നെ ഇതന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. അപ്പൊ ഇവിടെ എല്ലാം മിടുക്കന്മാരെല്ലാം മട്ടവരിക്കുക. അപ്പൊ ഇത് ഓർക്കപ്പുറത്ത് മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇവൾ ഈ പത്രോസിനോടോ യാക്കോബിനോടോ യോഹന്നാനോടോ ട്രഷാർ യൂദയോടോ അക്ഷരം മിണ്ടിയില്ല. യേശുവിനോടും പറഞ്ഞില്ല. എൻ്റെ ഭാഷയാ, സഹോദരി മാർത്തയോടും മിണ്ടിയില്ല. ഒറ്റ ബ്രദറേ ഉള്ളു, ലാസർ, മിണ്ടിയില്ല. ഇവളകത്ത് എന്ന് സ്വച്ഛജടമാംസി തൈലമെടുത്ത് ക്ഷണത്തിൽ പൊട്ടിച്ച്, സമയം തക്കത്തിൽ പൊട്ടിച്ച് തൃപ്പാനത്തിലോട്ട് പൂശി. ആ തലമുടി കൊണ്ട് അങ്ങനല്ലേ അല്ല വട്ടം കണ്ടിച്ച് കിടക്കുക അല്ലായിരുന്നു മറിയ. എന്നെ പറഞ്ഞേ ബോബ് ഉണ്ട് കുറേ ആണ്. അയ്യോ, ദൈവം നിനക്ക് തന്നതായി തലമുടി. സ്ത്രീകളുടെ വിശേഷതയാ അത്. അതെല്ലാം മട്ടം കണ്ടിച്ചിപ്പം നടക്കുന്നുണ്ട്. ഈ സുഖമില്ലാതെ ട്രീറ്റ്മെന്റിന് വിധേയപ്പെട്ട് മുടി പോയ സഹോദരിമാരുണ്ട്. നിങ്ങളുടെ കാര്യമല്ല. ദൈവം മുടി വളർത്തരട്ടെ, നിങ്ങളെ സൗഖ്യമാക്കട്ടെ, നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത മേഴ്സി മുടിയെല്ലാം വെട്ടിച്ച് നിന്റെ കാര്യമായി പറഞ്ഞു. മറിയ ആ തൃപ്പാനത്തിൽ ഈ തൈലം പൊട്ടിച്ചൊടിച്ച് തലമുട്ടി കൊണ്ട് തുമർത്തി. പെട്ടെന്ന് യൂദായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. യൂദ പറഞ്ഞു, ഈ പാഴ്ചെലവ്, വെറും ചെലവ്, ഇത് 300 വെള്ളിക്കാശിന് വിറ്റ്, ഇവന് ദരിദ്രന്മാരുടെ കരുണയൊന്നും ഉള്ളവനല്ല. അവിടെ എഴുതിട്ടുണ്ട്, ഇവൻ കള്ളനാ. 2 പണസഞ്ചി ഇവൻ്റെ പക്കല, 3 ഇവനെന്ന് ഇതിന്ന് അടിച്ചു മാറ്റും. സ്വോത്രകാഴ്ചയൊക്കെ അടിച്ചു മാറ്റുന്ന ഒത്തിരി എണ്ണത്തിന് എനിക്കറിയാം. സഭാവണ്ട് മോട്ടിക്കുന്നവനെ അറിയാം. ആൻ്റെ മനസ്സിൽ സുനാമി അടിച്ചപ്പോൾ മുണ്ടക്കയത്ത് 5 ഏക്കർ വസ്തു എടുത്തിച്ച ബിരുദനെ അറിയാം. മുണ്ടക്കയത്താന്നോ സുനാമി അടിച്ചേ? അല്ല, ആൻ്റെ മനസ്സില്ല. പുള്ളി അവിടെ എഴുതിച്ചു. അതൊക്കെ പോട്ടെ, വേറെ വിഷയങ്ങൾ നമ്മളിപ്പോൾ തൊടുന്നില്ല. അങ്ങനെയുള്ള ധാരാളം മിടുക്കന്മാരുണ്ട്. ഉണ്ട്. അല്ല, എൻ്റെ കാര്യം പറയാം. ഒരുത്തന്നെ കൺവെൻഷൻ നോട്ടീസുമായിട്ട് എന്നോട് പറഞ്ഞു, കൺവെൻഷൻ നോട്ടീസുമായിട്ട് ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടുകാരനോട് പറഞ്ഞു, വീട്ടുകാരുന്നു. അപ്പം അവർ പറഞ്ഞു കൺവെൻഷനാ. അപ്പം ആരൊക്കെയാണ് പ്രസംഗിക്കുന്നത്? അപ്പം എല്ലാം ശ്രേഷ്ഠരായ ദൈവദാസന്മാരാ. അതിലിച്ചിരി പീത്ത ഞാനേ ഉള്ളൂ. അവരെല്ലാം വലിയ വിദ്യാഭ്യാസവും ഉന്നത കുടുംബത്തിൽപ്പെട്ടവരൊക്കെ, പേരൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാവരും അതിൻ്റെ കൂടെ എന്നെയും കൂടെ വെച്ചിരിക്കുക. എന്നിട്ട് അവൻ അവിടെ ചെന്ന് പറഞ്ഞു, ഈ കാവാലം പാസ്റ്റർക്ക് ഒരു ദിവസം പ്രസംഗിക്കണേ പുള്ളിയുടെ റേറ്റ് 25,000 രൂപയാണ്. ഈ മുടിഞ്ഞവൻ ചെന്ന് പറയും. ആ വീട്ടിലെ മനുഷ്യൻ, നല്ല മനുഷ്യനും സുവിശേഷവരോട് താല്പര്യമുള്ളത്, പുള്ളിക്ക് അത്രയും കൊടുക്കണം അല്ലേ? പിന്നെ ചില അങ്ങനൊരു നന്നായിട്ട് കൊടുത്തു. പിന്നീട് ഒരിക്കൽ എന്നോട് കണ്ടപ്പം പുള്ളി വളരെ നല്ല മാന്യനാ, വളരെ നയപരമായിട്ട് പറഞ്ഞു, ആ ശുശ്രൂഷയൊക്കെ ദൈവം തരുന്നതാ, അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ചും ഭയത്തോടും ഒക്കെ ചെയ്യണം. അപ്പം എനിക്ക് ഈ ടോണ് കേട്ടപ്പോൾ എന്തോ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ അച്ഛാ ചെയ്യുന്നേ,
നല്ല ഈയിടെ ഇച്ചിരി നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടല്ലയോ. അപ്പം ഞാനിങ്ങനെ ഇടഞ്ഞിടഞ്ഞ് ചോദിച്ചപ്പം പുള്ളി ഇത് പറഞ്ഞു. ഇവൻ എനിക്ക് തന്നത് 3500 രൂപ. അവൻ സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, പേരും പറയത്തില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള വിദ്വാന്മാരും ഉണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറയാം. തന്നാലും സന്തോഷം, തന്നില്ലേലും സന്തോഷം. ഒന്ന് തന്നില്ലേ പിന്നെയും വിളിച്ചാലും ഞാൻ സമയം കിട്ടിയാൽ വരും. എത്രയോ സ്ഥലത്ത് അങ്ങോട്ട് കൊടുത്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഈ സഹോദരന്മാർക്കൊക്കെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളെ അങ്ങനെ ആക്ഷേപിക്കുന്ന ധാരാളം ആൾക്കാരുമുണ്ട്. ഈ യൂദ ദരിദ്രരോട് അനുകമ്പയുണ്ടായിട്ടല്ല. ഒന്ന്, ഇവൻ കള്ളനാ. 2, പണസഞ്ചി ഇവൻ്റെ പകല. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടാണ് ഇത് പറഞ്ഞത്. ഇന്ന് പകൽ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചു, ചെന്ന് ശുശ്രൂഷയും ചെയ്തു. ഞാൻ പറഞ്ഞു, അവർക്ക് സാഹചര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. വളരെ പ്രാഗൽഭ്യത്വം. അങ്ങനെയുള്ള ഒത്തിരി ദൈവദാസന്മാരുണ്ട്, ഇവിടെയുണ്ട് ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ വേല അങ്ങനത്തെ വേലയാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒരു ദോഷവും മരത്തുമില്ല, ഇനിയും വരികയല്ല. ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് നടത്തും. യൂദാ കള്ളന, പണസഞ്ചി അവൻ്റെ പക്കൽ അടിച്ചു മാറ്റും. അതാ ഇവൻ പറഞ്ഞത്. അപ്പൊ കർത്താവ് പറഞ്ഞു, അത് വിട്ടുകളാ. നിങ്ങൾക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് ഇത്. അടുത്തൊരു പെസഹ കഴിഞ്ഞ് കർത്താവ് പ്രാർത്ഥിപ്പാൻ കിദ്രോത്തോട് കിടന്ന് ഒലിവുമലയിൽ ഗെത്സമനെ പോയി. കർത്താവ് ഗെത്സമനെ പ്രാർത്ഥിക്കുക. വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാ. അവിടുത്തെ ഞാൻ ഓടിച്ചു നിർത്താം. അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണ് പ്രാണവേദനയിലായി. ഈ സമയത്ത് വെള്ളിക്കാശ് പറഞ്ഞൊത്ത് യൂദ വാളും വടിയും തീവട്ടിയും പന്തങ്ങളുമായിട്ട് ആൾക്കാരെ കൂട്ടി തോട്ടത്തിൽ വന്ന് യേശുവിനെ ചുംബിച്ച് കർത്താവിന് ഒറ്റിക്കൊടുത്തു. അന്ന് രാത്രി യേശുവിനെ പിടിച്ചു കെട്ടി, കള്ളനെ കൊള്ളക്കാരനെ കൊണ്ടുപോലെ പിടിച്ചു കെട്ടി അവനെ തുടർന്ന് അടിച്ചും ആക്ഷേപിച്ചു ഉപദ്രവിച്ചും മുഖത്തെ രോമം പിഴുതെടുത്ത് മുൾക്കിരിയുടെ ധാരിയായി തീർന്നില്ല. മുതുക ഉഴവയാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി കണ്ണടച്ച് കാർക്കിച്ച് തുപ്പി ഇതെല്ലാം സഹിച്ച് പങ്കപ്പാടുകൾ സഹിച്ച് യേശു ക്രിസ്തു നമ്മുടെ എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വേച്ചും മറച്ചും കുരിശുമരം ചുമന്ന് കാൽവറിയിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാടുകളാൽ തറയ്ക്കപ്പെട്ട് ഉറക്ക നിലവിളിച്ച് അവിടുന്ന് പ്രാണനെ വിട്ടു. മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ അറിയാമല്ലോ, വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. മരിച്ചെന്ന് ഉറപ്പ് വരുത്തി രാത്രി വന്ന നിക്കോദോമസും അരിമത്തയിലെ യോസേഫും പീലാത്തോസ് അനുവാദത്തോടെ യേശു കർത്താവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്നിറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടുള്ള നിർമ്മലശ്ശേരിയിൽ പൊതിഞ്ഞ്, ചരിത്രമൊക്കെ പറയുന്നത് ഏതാണ്ട് 100 പടയാളികളെ കാവലുമൊക്കെ ഏർപ്പെടുത്തി കല്ലറയ്ക്കകത്ത് അവിടുത്തെ തിരുശരീരം വെച്ച് കല്ലുമൊക്കെ ഉരുട്ട് വെച്ച് മുദ്രയും വെച്ച് ബന്ധവസാക്കി. എന്നാൽ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ പറയുമ്പോൾ തിരുവെടുത്ത് പറഞ്ഞതുപോലെ യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. അതാണ് നമ്മുടെ വിടുതല്. ദൈവത്തിന്റെ മഹത്വം. ഇതിനിടയ്ക്ക് കർത്താവിനെ കല്ലറ വെച്ച് ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരും എല്ലാം അതാദിനങ്ങളിൽ വിശ്രമിക്കുക. ആ സഹോദരിമാർക്ക് ആർക്കും ഉറക്കം വന്നില്ല. ഈ സഹോദരിമാർ കയറി വന്നപ്പോൾ എനിക്കും അങ്ങനെ തോന്നി, ഉറക്കം വന്നില്ല. സഹോദരിമാരെല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് വെളുപ്പിനെ കല്ലറ വരെ പോകണം. ആരൊക്കെയാ കല്ലറയിൽ പോയത് അറിയാമല്ലോ? സഹോദരിമാരൊക്കെയാ? സഹോദരിമാർ പറ. നിങ്ങളാരും പോയില്ലെന്ന് എനിക്കറിയാം. ഒന്ന് ഉറക്കെ പറ, സമയം പോകുന്നു. മഗ്ദലന കാര്യത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, പിന്നെ ശലോമി. ആട്ടെ 10 മണിക്ക് 3 പെണ്ണുങ്ങളെല്ലാം ഒപ്പിച്ചല്ലോ. വലിയ കാര്യം. സൂസന്ന, ഹെരോദാവിൻ്റെ ഉദ്യോഗസ്ഥന്റെ ഭാര്യ. ഹെരോദാവിൻ്റെ സൂസന്ന, യോഹന്ന. അപ്പൊ യോഹന്ന, സൂസന്ന, ഇവിടെ ഇന്ദു, പിന്നെ ലൈല, പിന്നെ അപ്പൊ സൂസന്ന, യോഹന്ന, പിന്നെ മറ്റൊന്ന് കാര്യത്തെ അറിയ. പിന്നെ ഒരു പ്രയോഗമുണ്ട്, മറ്റു സ്ത്രീകളും വേറൊരു ഭാഗത്ത്. ഇവരെല്ലാവരും കൊണ്ട് കല്ലറയിലോട്ട് പോകുക. എന്തിനാണെന്നറിയാമോ? ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട്. എന്തിനാ? യേശുവിനെ ഒന്ന് പൂശാൻ. യേശുവിനെ പൂശാൻ പോവുക.
സഹോദരിമാരില്ലേ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ അപ്പോൾ ചോദിച്ചു, എടി കല്ല് ഇവിടെ ഇരിപ്പില്ലേ? ആ കല്ലുണ്ട് അമ്മാമ, ഞാൻ കണ്ടതാ, നീ ഉരുട്ടുവോ? ഞാൻ പണ്ട് ഉരുട്ടിയിട്ടുണ്ട്, ഇപ്പം കല്ലുരുട്ടാറില്ല. പുള്ളിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉരുട്ടാറുണ്ട്. ആളിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റും, നല്ലൊരു ഉരുട്ട് ഞാൻ ഉരുട്ടും, കല്ലിപ്പം അങ്ങനെ ഉരുട്ടാറില്ല. അപ്പോൾ പറഞ്ഞു, അമ്മാമ്മ തെള്ളു കാണാൻ ഞാനും കൂടെ തെള്ളാം. അപ്പോൾ പറഞ്ഞു, നീ പണ്ട് കല്ലുരുട്ടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അതിന് നോക്കട്ടെ, അവിടെ ചെല്ലട്ടെ. ഇങ്ങനെയൊക്കെ പല അഭിപ്രായം പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പോൾ ആദ്യം പൂശുന്നത് ആരാ? ആദ്യം പൂശുന്നത് പ്രസിഡന്റ് പൂശണം, അങ്ങനല്ലേ അതിൻ്റെ പ്രോട്ടോകോൾ? എങ്ങനല്ലേ പ്രസിഡന്റ് ആദ്യം പൂശിച്ച് മാറി നിൽക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് കയറി പൂശണം. അതിലത്തത് സെക്രട്ടറി പൂശണം, പിന്നെ ജോയിന്റ് സെക്രട്ടറി പൂശണം, പിന്നെ കൗൺസിൽ അംഗങ്ങൾ പൂശണം. പിന്നെ ഇതിലൊന്നും പെടാത്തവർക്ക് നമുക്ക് നോക്കാം അവർക്ക് പൂശണോ പൂശണ്ടോ എന്ന്. നമ്മൾ പൂശുമ്പോൾ തീരാനുള്ളതേ ഉള്ളടി. ഇതെല്ലാം പറഞ്ഞ് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോവുക. മക്തൽമേരി അതിരാവിലെ കൂട്ടരുമായങ്ങ്. ഏതായാലും രാവിലെ ഇത് പാടുന്നില്ലല്ലോ, ഈ പാതിരാത്രിയില്ലെങ്കിലും ഇവരെല്ലാം പൂശാൻ അങ്ങോട്ട് പോവുക. ശ്രദ്ധിച്ച് നിർത്തുക. സൂസന്ന, യോഗന്ന, മക്തന്നക്കാരത്തി മറിയ, മറ്റേ മറിയ, ഈ സ്ത്രീകളെല്ലാം കൂടെ യോഹന്ന എല്ലാം പൂശാൻ പോകും. പക്ഷെ ആ കൂട്ടത്തിൽ തൈലം പൂശാൻ, സുഗന്ധവർഗം പൂശാൻ ബെഥാന്യയിലെ മറിയയില്ല. കാരണം ബെഥാന്യയിലെ മറിയ പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ ഈ ശുശ്രൂഷ ചെയ്തു. അവൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു, ഇവര് സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പൂശുന്നത്. ഞാനൊരു കാര്യം ഇടയ്ക്ക് കയറി പറയാ, ജീവിച്ചിരിക്കുമ്പോൾ പൂശണം കേട്ടോ. ചത്ത് കഴിഞ്ഞേച്ച് കുഴിമാടത്തിലോ കല്ലറയിലോ പെയിന്റ് അടിച്ചത് കൊണ്ടോ പേരെഴുതി വെച്ചത് കൊണ്ടോ പൂശിയത് കൊണ്ടോ 2 പൂ കൊണ്ട് എല്ലാ വർഷവും കൊണ്ട് പൂ കൊണ്ട് അമ്മയുടെ നെഞ്ചത്ത് എന്തിനാണ്? ഈ തള്ള ജീവിച്ചിരുന്നപ്പം ഒരു 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 ചെമ്പരത്തിപ്പൂ കൊടുത്തില്ലല്ലോ നീ. സാധാരണ അത് കൊടുക്കുന്നത് ആർക്കാന്നറിയാം? ചത്ത് കഴിയുമ്പോൾ എല്ലാം, ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൊടുക്കുകയല്ല, ചത്ത് കഴിയുമ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് തള്ളിക്കൊണ്ട് വരിക. ഉടനെ അത് മേടിക്കാനൊരുത്തനെ എവിടെ നിർത്തണം, അവനത് മേടിച്ചു നെഞ്ചത്തോട്ട് വെച്ച് ഉടനെ തന്നെ ആട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യത്തില്ല. ബെഥാനിയയിലെ മറിയ യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവിടുത്തെ തൃപ്പാനത്തിൽ ഇരുന്ന് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് അവൾക്ക് ഖേദമില്ല. അതുകൊണ്ട് ഇന്നും അവളുടെ പേരിപ്പോഴും ആമേൻ എഴുന്നു നിൽക്കുക. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ബെഥാനിയയിലെ മറിയെ പോലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ബഹുമാന്യ സഹോദരിമാരോട് പറയട്ടെ, ആരോഗ്യവും ഓജസ്സും അവസരവും ഒക്കെ ഉള്ളപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കൺവെൻഷൻ മുടക്കരുത്, രഹസ്യ പ്രാർത്ഥനയും മുടക്കരുത്, ടീം പ്രവർത്തനം ഒന്നും മുടക്കരുത്. ആൾക്കാർ പലതും അതൊന്നും ഗൗനിക്കരുത്. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ നിങ്ങളാലാവും വണ്ണം നന്നായിട്ട് ചെയ്യണം. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മാന്യ സഹോദരന്മാരെ, ഇന്ന് രാത്രി നല്ല അവസരം ദൈവം തരിക. യേശുവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുവാൻ, യേശുവിനായി ജീവിക്കുവാൻ ഇന്ന് രാത്രി സമർപ്പിക്ക്. നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബാക്കി ഭാഗമൊന്നും ഞാൻ ഇനി പറയുന്നില്ല. ഇപ്പം തന്നെ ആണ്ടത് സമയം ഒത്തിരിയും പോയി. എന്നാലും നിങ്ങളെല്ലാവരും ഇതുവരെ എന്നെ കേട്ടിരുന്നല്ലോ. എനിക്കിന്ന് 8:30 തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് 2 ശീൽ പാട്ട് ഒന്ന് പാടി സന്തോഷത്തോടെ ഇന്ന് രാത്രി നമുക്ക് പിരിയുക. ആ കരങ്ങളൊന്ന് വീശി. ഇവിടെ സന്ധ്യ മുതലേ പാടി സ്റ്റാൻഡിയൊക്കെ പാടി ഊപ്പാട് വന്നിരിക്കുക. അതുകൊണ്ട് ഇനിയും പാടണ്ട, ഇനിയും പാടണം. ഇനിയും നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് 2 ശീൽ പാടി കര ഒന്ന് വീശി. സമയം ഒത്തിരി പോയല്ലോ. ആ കരങ്ങളൊന്ന് വീശിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഒരിക്കൽ കൂടെ ഇന്നും വേർപിരി ക്രിസ്തുവിൻ കൂടെ. ഒരിക്കൽ കൂടെ ഇന്നും വേർപിരി ക്രിസ്തുവിൻ കൂടെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ.
യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. എന്നെ ക്ഷണിച്ച ബഹുമാന്യ സഹോദരിമാർക്കും ചുമതലപ്പെട്ടവർക്കും കേട്ടിരുന്നവർക്കും എല്ലാവർക്കും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് നിർത്തി. അത് കഴിഞ്ഞ് പാട്ട്.